ഇലക്ട്രോണിക്സിന്റെ പാർട്ടിലത്തെ ആദ്യത്തെ ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ്. എന്താണ് ഒരു ഇൻസ്ട്രുമെന്റ്? എന്തെങ്കിലും രീതിയിലുള്ള മെഷർമെന്റ്സുകൾക്കോ മറ്റു ഉപയോഗിക്കുന്ന ഒരു ടൂളിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കാം. ഓക്കെ. എന്തെങ്കിലും ഇത് വോയിസിനോ അല്ലെങ്കിൽ സ്ക്രീനിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇട്ടോണേ. ഓക്കെ. ഇനി ഒരു ഇൻസ്ട്രുമെന്റില് എന്തൊക്കെ എലമെന്റ് ഉണ്ടാവും? നമ്മൾ പറഞ്ഞു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയോ മെഷർമെന്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആ മെഷർമെന്റിൽ നമുക്ക് ചിലപ്പം കുറെ വാല്യൂസ് കിട്ടാനുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കമ്പാരിസൺ ആയിരിക്കാം. എന്ത് തന്നെ ആയാലും ഒരു ഇൻസ്ട്രുമെന്റിന് ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവും. നോർമലി ഞാൻ റെഫർ ചെയ്യുന്ന ബുക്കുകൾ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ HS കാൽസി, അതുപോലെ മെഷർമെന്റ് സിസ്റ്റംസ് ആനസ്റ്റോ ഡോബ്ലിംഗ്, അതുപോലെ AK സ്വാനി എന്ന് പറയുന്ന ആളുടെ ഇമാമി ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ബുക്കുകളാണ് റെഫർ ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിന് ധാരാളം പാർട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഒരു മെഷർമെന്റ് നടത്തുന്നത് ഡിഫറെന്റ് പ്രോസസ്സുകളായിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേജുകളായിട്ടാണ്. അപ്പൊ നമുക്ക് മെഷർ ചെയ്യേണ്ട ഒരു മീഡിയം, നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് തെർമോമീറ്റർ എടുക്കാം. അപ്പൊ തെർമോമീറ്റർ എന്താ മെഷർ ചെയ്യുന്നത്? ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യുന്നത്. അപ്പം ഹീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള ഒരു മീഡിയം ഇവിടെ ഉണ്ട്. കോൾഡോ അല്ലെങ്കിൽ ഹീറ്റോ ആയിട്ടുള്ള മീഡിയം ഉണ്ട്. നമ്മുടെ ഫൈനൽ റിസൾട്ട് നമുക്ക് എന്തായിരിക്കണം? ഇവിടെ ഇപ്പം എത്രയാണോ ടെമ്പറേച്ചർ, എത്ര ഡിഗ്രി സെന്റിഗ്രേഡ് ആണോ അല്ലെങ്കിൽ എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ, ഈ ഒരു ടെമ്പറേച്ചറിന്റെ വാല്യൂ ആണ് നമുക്ക് ഈ ഒരു ഒബ്സർവിങ് സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഇൻസ്ട്രുമെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഹ്യൂമണ് അല്ലെങ്കിൽ ഒബ്സർവറിന് ഡിസയർ ആയിട്ടൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇത്രയും സ്റ്റെപ്സിൽ കൂടെ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, സപ്പോസ് നമ്മൾ ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് പനി നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ ബോഡി എത്രമാത്രം ചൂടായിരിക്കുന്നു എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഉടനെ കണ്ടതുപോലെ ഗ്ലാസ് മെർക്കുറിൻ ഗ്ലാസ് തെർമോമീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാവരുടെ ബെഡിലെടുത്തും ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ നമ്മുടെ നിന്ന് വാങ്ങി. ഇപ്പൊ 100 രൂപയോ 120 50 രൂപയോ ഉള്ളൂ ഈ പറയുന്ന തെർമോമീറ്ററിന്. അത് വാങ്ങി വെച്ചിരിക്കും. ടെമ്പറേച്ചർ എപ്പോഴൊക്കെ നോക്കണം, അവർ വന്ന് അത് നമ്മുടെ മുകളിൽ എവിടെയെങ്കിലും വെക്കും. അവർ ആ റീഡിംഗ് എടുക്കും പോകും. ഏറ്റവും പെട്ടെന്ന് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് പോകണമല്ലേ. കൃത്യമായിട്ടുള്ള വാല്യൂ അവർക്ക് ഒബ്സർവർ എന്ന് പറയുന്നത് ഒരു നഴ്സോ അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കും. അവരെ ടെമ്പറേച്ചർ എടുക്കുന്നു, അത് മാർക്ക് ചെയ്തിരിക്കുന്നു, പോകുന്നു. അപ്പം എങ്ങനെയാണ് ഒരു ഫിസിക്കൽ വാരിയബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറിനെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഡിസൈഡ് വാല്യൂലേക്ക് മാറ്റിയത്? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്ന സ്റ്റെപ്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഹീറ്റിനെ ഒരു എലമെന്റ് വെച്ച് സെൻസ് ചെയ്യുന്നു. അപ്പം ഇവിടെ എന്തുണ്ട്? ഒരു സെൻസർ ഉണ്ട്. ഇപ്പൊ നമ്മൾ തെർമോമീറ്ററിന്റെ കേസ് മാത്രം പറഞ്ഞത്, തെർമോമീറ്റർ മാത്രമല്ല, ടെമ്പറേച്ചർ മാത്രമല്ല നമുക്ക് മെഷർ ചെയ്യേണ്ടി വരും. ഒരുപാട് ഫിസിക്കൽ വാരിയബിൾസ് നമുക്കുണ്ടല്ലേ. പ്രഷർ, ലെവല്, അല്ലെങ്കിൽ ഫ്ലോ, ഹ്യൂമിഡിറ്റി, pH, ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യണം. നമുക്ക് ഇതെല്ലാം മെഷർ ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് വാല്യൂ, ഇപ്പൊ pHന്റെ മെഷർമെന്റ് ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ കോൺസെൻട്രേഷൻ അതേപോലെ തന്നെ തന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യണം? pHന്റെ സ്കെയിലിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് 0 to 14 എന്ന് പറയുന്ന സ്കെയിലിൽ ഒരു റീഡിംഗ് കാണിക്കും. അപ്പം അത് 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടും 7 താഴെ അസിഡിക്, 7 മുകളിൽ ബേസിക് ആയിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് കൃത്യമായിട്ട് 0ക്കും 14 ഇടയ്ക്കുള്ള ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു അസംഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ 0 to 14 വാല്യൂ തരുന്നതാരാ? ഈ ഒരു ഇൻബിൽട്ട് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള കുറെ സംഭവങ്ങളാണ്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന എക്സാമ്പിൾ ടെമ്പറേച്ചർ ആണ്. ഹീറ്റിനെ സെൻസ് ചെയ്യാൻ ഒരു എലമെന്റ് വേണം. അപ്പം ഒരു സെൻസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹീറ്റിനെ സെൻസ് ചെയ്തു. അപ്പൊ ഹീറ്റ് സെൻസ് ചെയ്യപ്പെടുന്ന ഹീറ്റിന് ചേഞ്ചസ് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
നിങ്ങൾ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണെങ്കിൽ ഒരു പക്ഷേ തെർമോകപ്പിൾ, തെർമിസ്റ്റർ, RTD എന്നിങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഹീറ്റിനനുസരിച്ച് ഒരു വേരിയേഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഹീറ്റിനെ സെൻസ് ചെയ്യുക. അപ്പൊ ആ ഒരു ഫിസിക്കൽ എലമെന്റിനെ അവരൊന്ന് സെൻസ് ചെയ്തു. ഓക്കെ, എന്റെ ഇൻപുട്ടിൽ വരുന്ന സംഭവം അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇരിക്കുന്ന സ്ഥലത്ത് ഹീറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിസിക്കൽ പാരാമീറ്റർ. അപ്പൊ അത് ജസ്റ്റ് ഒരു സെൻസിങ് മാത്രമാണ് സെൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? അതിനെ നമുക്ക് ആവശ്യമുള്ള ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അവിടെയാണ് വേരിയബിൾ കൺവെർഷൻ എലമെന്റ് എന്ന് പറയുന്നത്. ഒരു കൺവെർഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഡക്ഷൻ. ട്രാൻസ്ഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് എനർജീനെ മറ്റൊരു കൈൻഡ് ഓഫ് എനർജിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ വേരിയബിൾ കൺവെർഷൻ എലമെന്റിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് സെൻസറിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും. ഞാൻ ഒരു സിസ്റ്റത്തിനെ സെൻസ് ചെയ്തു, അതായിരിക്കും സെൻസർ കൊടുക്കുന്ന ഔട്ട്പുട്ട്. ഇനി ആ ഔട്ട്പുട്ടിനെ നമുക്ക് ഇവിടെ ഒബ്സർവർക്ക് എന്തായാലും എന്ത് വേണം? ഒരു ഡിസൈഡ് ഫോമിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ടാവണം. ഡിസൈഡ് ഫോം എന്ന് പറയുന്നത് ഒരിക്കലും ഹീറ്റിന്റെ ഫോം ആവില്ല. അപ്പൊ ഒരിക്കലും നമ്മുടെ തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് തന്നെ ഔട്ട്പുട്ട് ആയിട്ട് ഇതാക്കില്ലല്ലോ. ഹീറ്റിന് ആനുപാതിക വാല്യൂ അല്ല നമുക്ക് തരുന്നത്. അപ്പം ആ വാല്യൂലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു എനർജി കൺവെർട്ടർ വേണം. അതിനാണ് വേരിയബിൾ കൺവെർഷൻ എലമെന്റ് എന്ന് പറയുന്നത്. അത് ഒരു ട്രാൻസ്ഡ്യൂസർ ആയിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ സെൻസറിനെയും അതേപോലെ ട്രാൻസ്ഡക്ഷൻ പാർട്ടിനെയും ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ട് പരിഗണിക്കാം. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ട്രാൻസ്ഡ്യൂസർ, ഓക്കെ. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും പരിഗണിക്കാം. സെൻസർ സെൻസ് ചെയ്യുന്നു, ട്രാൻസ്ഡക്ഷൻ പാർട്ട് കൺവേർട്ട് ചെയ്യുന്നു ഒരു ഫോം ഓഫ് എനർജിനെ മറ്റൊരു ഫോം ആയിട്ട്. ഓക്കെ, അപ്പം അത്രയും കഴിഞ്ഞു കേട്ടോ. ഇനി ഈ ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഡക്ഷൻ പാർട്ടിന്റെ അല്ലെങ്കിൽ വേരിയബിൾ കൺവെർഷൻ എലമെന്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കാം. സപ്പോസ് നമ്മളൊരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇത് ടെമ്പറേച്ചറിന് ഇവിടെ വരുന്ന ഈ വേരിയബിൾ കൺവെർഷൻ എലമെന്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു മില്ലി വോൾട്ടിലോ അല്ലെങ്കിൽ ഒരു വോൾട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള സിഗ്നൽ ആയിട്ട് മാറിയിട്ടുണ്ടാവും. നോർമലി നമ്മൾ എല്ലാ ഫിസിക്കൽ വാരിയബിളിനെയും ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലുള്ള സിഗ്നൽസ് ആക്കി മാറ്റാനാണ് നോക്കുക. ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഐദർ അത് വോൾട്ടേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കറണ്ടിന്റെ ഫോമിലുള്ള ഒരു സിഗ്നൽ ആയിരിക്കാം, മില്ലിയോ ആംബിയറോ, അതുമല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഫോമിലുള്ള ഒരു സിഗ്നൽ ആയിരിക്കാം. അങ്ങനത്തെ ഇതെല്ലാം ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റികളാണ്. ഇൻപുട്ട് മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറാം, കറണ്ട് മാറാം, വോൾട്ടേജ് മാറാം. ഓക്കെ, എന്റെ വോയിസ് ഓഡിബിൾ തന്നെയല്ലേ? ആർക്കെങ്കിലും ഇൻ ബിറ്റ്വീനിൽ എന്തെങ്കിലും ഡൗട്ട് വരുമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഇടാൻ കേട്ടോ. അതല്ല വോയിസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസന്റേഷൻ എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കട്ടാവുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചാറ്റിൽ ഇടാം. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് മില്ലി വോൾട്ടിലോ ഉള്ള ഒരു റീഡിംഗ് ഒക്കെ കിട്ടി. സപ്പോസ് ഇപ്പം മില്ലി വോൾട്ട് ഒരു റീഡിംഗ് കിട്ടി. ഇപ്പം 10 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ഇവിടെ, 10 ഒരു 30 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് നമുക്ക് ഇവിടെ മെഷർ ചെയ്യപ്പെട്ട് കിട്ടിയത്. അതായത് 30 ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറയുന്നതിനെ സെൻസർ സെൻസ് ചെയ്തു. അത് കഴിഞ്ഞ് അത് ട്രാൻസ്ഡ്യൂസറിലേക്ക് കൊടുത്തു അല്ലെങ്കിൽ ട്രാൻസ്ഡക്ഷൻ പാർട്ടിലേക്ക് കൊടുത്തു. 30 ഡിഗ്രിക്ക് ആനുപാതികമായിട്ട് ഒരു 0.003 മില്ലി വോൾട്ട് നമുക്ക് ഇവിടെ കിട്ടി. അപ്പം ഈ ഒരു 0.003 മില്ലി വോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? കിട്ടുന്ന ഇൻപുട്ടിനനുസരിച്ച് അല്ലെങ്കിൽ കിട്ടുന്ന ടെമ്പറേച്ചർ ഇൻപുട്ടിനനുസരിച്ച് അതിന് ആനുപാതികമായിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് എവിടെ കാണിക്കേണ്ടത്? ഈ ഒബ്സർവറിനെ കാണിക്കേണ്ടത്. ഒബ്സർവറിന് അത് 30 എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒബ്സർവർ മനസ്സിലാവുള്ളൂ എന്ത് ഇപ്പോഴത്തെ ഈ തെർമോമീറ്റർ വെച്ചിരിക്കുന്നിടത്ത് ടെമ്പറേച്ചർ 30 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അല്ലാണ്ട് ഒബ്സർവർ പോയിട്ട് 0.003 മില്ലി വോൾട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. അതല്ലെങ്കിൽ എന്ത് വേണം? ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട്പുട്ട് ഇത്ര മില്ലി വോൾട്ട് ആണെങ്കിൽ ഇത്ര ഡിഗ്രി ആയിരിക്കും എന്നറിയുന്ന ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് ഒരു ചാർട്ട് അയാൾക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു ഇൻസ്ട്രുമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ഫാസ്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പകരം എന്ത് ചെയ്യും? അതിനൊരു സർക്യൂട്ട് നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാവും. എന്തിനാ? ഇങ്ങനെ ഒരു വാല്യൂ വരികയാണെങ്കിൽ 0.003, ഞാൻ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ, 30 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചിലപ്പോൾ ഇതൊന്നായിരിക്കില്ല വാല്യൂ.
മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്നത്. 0.003 മില്ലി വോൾട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 30 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അപ്പൊ അതിനനുസരിച്ച് ഈ 0.003ക്ക് ആനുപാതികമായി 30 എന്ന് പറയുന്ന വാല്യൂ കിട്ടാനുള്ള ഒരു സർക്യൂട്ടറി എവിടെ ഉണ്ടാവും? വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും. അപ്പം അവിടേക്ക് ഇൻപുട്ട്, ഇവിടെ വരുന്ന ഇൻപുട്ട് എന്താ നമ്മൾ പറഞ്ഞത് 0.003. അപ്പം അത് മില്ലി വോൾട്ടിലാണ്. അവിടെ നമ്മൾ യൂണിറ്റ് നോക്കുന്നില്ല. അതിനെ ഇവരെന്ത് ചെയ്യും? ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് അല്ലെങ്കിൽ വേറെ ഇപ്പം 0.003നെ 30 ആക്കണമെങ്കിൽ എന്തായാലും ഒരു ആംപ്ലിഫയർ വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഗെയിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ സർക്യൂട്ട് അവിടെ ഉണ്ടാവും. ഇനിയിപ്പം ഈ പറയുന്ന 0.003യിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് നോയ്സസോ അല്ലെങ്കിൽ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ഫിൽട്ടർ സർക്യൂട്ടുകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇൻപുട്ട് സിഗ്നലിൽ എന്തെങ്കിലും അൺവാണ്ടഡ് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള ഫിൽറ്ററിങ് കാര്യങ്ങളും, അതിലത്തെ സിഗ്നൽ വളരെ ചെറുതാണെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഒരു പക്ഷെ വളരെ വലുതാണെങ്കിൽ അതിനെ ക്ലിപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ 30 ഡിഗ്രി സെന്റിഗ്രേഡ് കിട്ടി. അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ വയേഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പം വൈഫൈ അങ്ങനത്തെ ഉപയോഗിക്കേണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ വേണ്ടി വരും. ഡാറ്റേനെ 30 എന്ന് പറയുന്ന ഡാറ്റേനെ അതിനനുസരിതമായിട്ടുള്ള കോഡുകൾ ഉണ്ടാക്കണം. ആ കോഡിനെ സെൻഡ് ചെയ്യണം. ഇപ്പം നമ്മൾ വയർഡ് കണക്ഷൻ ആണെങ്കിൽ 2 വയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ സെൻഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. പ്രസന്റ് ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു മോണിറ്റർ ആയിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ചിട്ടായിരിക്കും, മീറ്ററുകൾ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടാവാം. അപ്പൊ അത് എന്ത് തന്നെയായാലും അത് പ്രസന്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു വയേർഡോ അല്ലെങ്കിൽ വയർലെസ്സോ ആയിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ കൊണ്ടുപോകും. സപ്പോസ് നമ്മൾ ആ ഇൻസ്ട്രുമെന്റിൽ വരുന്ന ഡാറ്റ നമുക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ റെഫറൻസിനൊക്കെ വേണ്ടി നമുക്ക് എടുക്കേണ്ടതാണെങ്കിൽ അതിനെവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. ഒരു പക്ഷേ ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിലേക്കോ അല്ലെങ്കിൽ CD-യിലേക്കോ അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡറിലേക്കോ, അതുമല്ല ഒരു പക്ഷേ ചാർട്ട് പേപ്പറുകളാണ്. ഇപ്പം ECG ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ഈ പോലുള്ള സംഭവത്തിലേക്കൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ചാർട്ടുകളും പേപ്പറുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഡിജിറ്റൽ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പേപ്പർ പോലത്തെ സംഭവങ്ങളുണ്ട്. എവിടേക്ക് വേണമെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യാം. ഇനി ഈ ഡാറ്റ പ്രസന്റേഷൻ എലമെന്റിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡാറ്റ പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പം ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. അതിന്റെ ഒരു LCD സ്ക്രീൻ ഉണ്ട്. അതാണ് എന്ത്? ഇവിടുത്തെ ഡാറ്റ പ്രസന്റേഷൻ എലമെന്റ്. ഒരു പക്ഷേ LCD സ്ക്രീൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മോണിറ്റർ ആയിരിക്കാം, എന്തും ആവാം ഇവിടുത്തെ പ്രസന്റേഷൻ എലമെന്റ് എന്ന് പറയുന്നത്. ഡാറ്റ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡിവൈസ്. അപ്പം അതായിരിക്കും ഒബ്സർവർ വാച്ച് ചെയ്യേണ്ടാവുക. അപ്പൊ ഇവിടുത്തെ 30 ഡിഗ്രീനെ അത് സെൻസ് ചെയ്യും. അതിന്റെ 30 ഡിഗ്രി എന്ന് പറയുന്ന ഹീറ്റിനെ ഒരു വോൾട്ടേജിലേക്കോ അല്ലെങ്കിൽ ഒരു ഇക്വലന്റ് കറണ്ട് സിഗ്നൽ ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തു അതിനെ ഒന്ന് മോഡിഫൈ ഡിസേബിൾ ഫോമിലേക്ക് ആക്കി മാനിപ്പുലേഷൻ എലമെന്റ് ദെൻ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്തു. അതിനെ ഒന്നുകിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം ഡിസ്പ്ലേ വെച്ചിട്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാം ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട്. ഈ ഒബ്സർവർ കാണുമ്പോൾ എന്തായിരിക്കും? LCD സ്ക്രീനിലോ അല്ലെങ്കിൽ മോണിറ്ററിലോ മറ്റെന്തെങ്കിലും ഡിസ്പ്ലേ ഡിവൈസസിലോ കാണുന്ന 30 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അയാൾക്ക് എന്ത് മനസ്സിലാവും? ഇപ്പം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ തെർമോമീറ്ററിന്റെ ടിപ്പ് ഇരിക്കുന്ന ഭാഗത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുന്നു. ഇതിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. പ്രഷർ വെക്കാം. പ്രഷറിനെ സെൻസ് ചെയ്തു, പ്രഷർ ആണെന്ന് മനസ്സിലായി, അതിനെ കൺവേർട്ട് ചെയ്തു ഇലക്ട്രിക്കൽ ഫോമിലേക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമ്മുടെ ഗ്യാസ് LPG ഒക്കെ കൊണ്ടുപോകുന്ന ബുള്ളറ്റ് ടാങ്കർ, ഗ്യാസും കുറ്റിയല്ല, ഗ്യാസ് കൊണ്ടുപോകുന്ന ബുള്ളറ്റ് ടാങ്കർ, ഗ്യാസ് മിക്കവാറും എന്ത് ഫോമിലായിരിക്കും? ലിക്വിഡ് ഫോമിലായിരിക്കും. അപ്പം അതിന്റെ ഏറ്റവും പുറകിൽ ഒരു ചെറിയൊരു ഗേജ് വെച്ചിട്ടുണ്ടാവും, ഒരു പോയിന്ററും ഡയലോഗിന്റെ ഗേജ്. അത് എപ്പോഴും ഇങ്ങനെ പ്രഷർ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിന്റെ അർത്ഥം ഈ വണ്ടി എങ്ങാനും പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻ വരാണെങ്കിൽ ഈ പറയുന്ന ഉള്ളിൽ എന്തുണ്ടാവും? ഭൂരിഭാഗം ആ ടാങ്കർ ഫുള്ളും ലിക്വിഡ് ആയിരിക്കും. കുറച്ച് ഭാഗം എന്തുണ്ടാവും? അല്ലെങ്കിൽ ചെറിയൊരു ഭാഗത്ത് മാത്രമായിരിക്കും. അപ്പം ഈ ലിക്വിഡ് എന്തെങ്കിലും ചോർച്ചയോ മറ്റോ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? പ്രഷർ കുറയും. അപ്പൊ ഈ ഡ്രൈവർക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ടാവില്ല, പക്ഷെ അയാൾക്ക് എന്തുണ്ടാവും? ഈ പറയുന്ന മീറ്ററിൽ നോക്കിയിട്ട് ആ പ്രഷർ എത്രയാണെന്നറിയാം. അയാൾക്ക് അറിയാൻ പറ്റും ഇത്ര റേഞ്ചിലും കുറവായിരിക്കും, ഇത്ര റേഞ്ചിലും കൂടുതലായിരിക്കരുത്. അത് മാത്രം അയാൾ നോട്ട് ചെയ്യും. അത് നോട്ട് ചെയ്യാൻ വെച്ചാൽ എങ്ങനെയാ? ഈ ഗേജിന്റെ സെൻസ് ചെയ്യുന്ന പാർട്ട് ആ ബുള്ളറ്റ് ടാങ്കറിന്റെ ഉള്ളിലേക്കായിരിക്കും. അവിടെ വരുന്ന പ്രഷർ
ഗേജിലത്തെ സി ടൈപ്പ് ബോർഡൻ ട്യൂബിലേക്ക് വരാം. അത് എക്സ്പാൻഡ് ചെയ്യും കംപ്രസ് ചെയ്യും ചെയ്യുന്നതിനനുസരിച്ചാണ് ഡയൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ സെൻസ് ചെയ്യുന്നത് പറയുന്നത് ഗേജിന്റെ ഉള്ളിൽ വെച്ചേക്കുന്ന ഒരു ലീഡ്. ആ ലീഡില് പ്രഷർ വരുന്തോറും എന്താവും, കൺവെർഷൻ എലമെന്റ് എന്ന് പറയുന്നത് ആ സി ടൈപ്പ് ബോർഡൻ ട്യൂബ് അത് ഒന്നുകിൽ കംപ്രസ് ചെയ്യും അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. അതിനനുസരിച്ച് ഡയല് മാറിക്കൊണ്ടിരും. നമുക്കൊരു റീഡിങ് കാണിക്കും. ഇവിടെ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നതെല്ലാം ടൈംസ് ഓഫ് മെക്കാനിക്കൽ കുറെ ലിങ്കുകളും റോഡുകളും ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത്. നമ്മൾ ഭാവിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുമ്പോൾ ചെറുതായിട്ട് അതിൽ കൂടെ ഒക്കെ പോകും. മാനിപ്പുലേറ്റ് ചെയ്യും മെക്കാനിക്കൽ പാർട്സ് വെച്ചിട്ട്. ഈ പറയുന്ന ട്രാൻസ്മിഷൻ അതും മെക്കാനിക്കൽ പാർട്ട് തന്നെയാണ്. ഡയലിന്റെ മൂവ്മെന്റ്, നമുക്കൊരു ഡാറ്റ ഇപ്പൊ ഈ പോയിന്റർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമുക്ക് പോയിന്റർ നിൽക്കുന്നത് ഇപ്പം സീറ്റ് ഷേപ്പ് ബോർഡർ ട്യൂബ് എന്ന് പറയുന്ന ഒരു സർക്കിളിലൊരു സംഭവിക്കും. ഇവിടെ ഒരു പോയിന്റർ ഉണ്ടാവും, ഇവിടെ ഒരു ഡയൽ ഉണ്ടാവും. അതില് ഇപ്പൊ പോയിന്റർ എവിടെയാണ് നിൽക്കുന്നത് വെച്ചാൽ അവിടെ ഒരു ഇപ്പോൾ ഇവിടെ 50 ആണെന്ന് വെക്കാം, 50 PSI, ഇവിടെ 0 PSI, ഇവിടെ 100 PSI. ഇപ്പൊ ഡ്രൈവർക്ക് നോക്കി കഴിഞ്ഞാൽ 50 PSI ആണ് പ്രഷറുള്ളത്. അപ്പം അയാൾക്ക് സെറ്റ് പോയിന്റ് ഉണ്ടെന്ന് വെക്കാം. ഇത്രയും 40ക്കും താഴെ പോകാൻ പാടില്ല, 60ക്കും മുകളിൽ പോകാൻ പാടില്ല എന്നൊക്കെയുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചില് ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ ഡ്രൈവർ ഹാപ്പിയാണ്, ആ വണ്ടി കൊണ്ട് അയാൾക്ക് പോവാം. എപ്പോഴെങ്കിലും ഇത് കുറയാണെങ്കിൽ, പ്രഷർ കുറയാണെങ്കിൽ അതിന്റെ അർത്ഥം എവിടെ ലീക്ക് ഉണ്ട്, പ്രഷർ കൂടാണെങ്കിൽ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഈ എയറും ഉള്ളിലത്തെ എയറിന്റെയും അതുപോലെ ലിക്വിഡിന്റെയും പെർസെന്റേജ് മാറിക്കൊണ്ട് അല്ലെങ്കിൽ റേഷ്യോ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അയാൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ ഇവിടെയാണ് കാണുന്നത്, അതാണ് ഡാറ്റ പ്രസന്റേഷൻ എലമെന്റ്. ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. എല്ലാ മെത്തേഡുകൾക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന നിർബന്ധമില്ല. നമുക്ക് ഡാറ്റ സ്റ്റോറേജ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലേക്കാണ് പോകുന്നത്. അപ്പം മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന് ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ്. സെക്കൻഡ് വൺ ഇൻഡിക്കേറ്റിംഗ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അതേപോലെ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സ്, ആക്റ്റീവ് ആൻഡ് പാസീവ് ഇൻസ്ട്രുമെന്റ്സ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ്, മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ഇൻസ്ട്രുമെന്റ്സ്, ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ. നമ്മുടെ വന്നിട്ട് സിലബസിൽ ആകെ ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നുള്ളൂ. പക്ഷെ ഇത് ഇപ്പൊ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ഷെ സിലബസ് ഒറിജിനൽ സിലബസ് പ്രസിദ്ധീകരിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ ഈവൻ ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ് സംഭവം മാത്രമേ ഉള്ളൂവെങ്കിലും ചിലപ്പം ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് തന്നിട്ട് ഇത് എന്ത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്, ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ നള്ളോ അതിന്റെ കൂടെ ഉണ്ടാവും. അതിന്റെ കൂടെ ചിലപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയണം അത് എന്ത് രീതിയിൽ. ഒരു ഇൻസ്ട്രുമെന്റ് തന്നെ ചിലപ്പോൾ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഉണ്ടാവാം, അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിരിക്കാം, അത് ചിലപ്പോൾ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്കോ ആയിരിക്കാം, അത് ചിലപ്പോൾ ആക്റ്റീവോ അല്ലെങ്കിൽ പാസീവോ ആയിരിക്കാം, അനലോഗോ അല്ലെങ്കിൽ ഡിജിറ്റലോ ആയിരിക്കാം, ചിലപ്പോൾ അത് ഇൻഡിക്കേറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് റെക്കോർഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഇന്റഗ്രേറ്റിംഗ് ആയിരിക്കാം, ചിലപ്പോൾ അത് അബ്സല്യൂട്ട് മെഷർമെന്റ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ്. ഒരു ഇൻസ്ട്രുമെന്റ് തന്നെ ഇതിലത്തെ പല കാറ്റഗറിയിലും പെടും. ഒരു ഇൻസ്ട്രുമെന്റ് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ് അത് ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. ചിലപ്പോൾ പറഞ്ഞത് അബ്സല്യൂട്ട് ആയിരിക്കും, ഇൻഡിക്കേറ്റിംഗ് ആയിരിക്കും, ഡിജിറ്റൽ ആയിരിക്കും, ചിലപ്പോൾ അബ്സല്യൂട്ട് ആയിരിക്കും, അനലോഗ് ആയിരിക്കും, പാസീവ് ആയിരിക്കും. അപ്പൊ ഇപ്പോൾ 2 or 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ക്രൈറ്റീരിയകൾ തന്നിട്ട് ഈ ഇൻസ്ട്രുമെന്റ് ഏതാണ് സെലക്ട് ചെയ്യാൻ. ഇടയ്ക്ക് അങ്ങനെ ചോദ്യങ്ങൾ PSCക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ള ടൈപ്പുകൾ നോക്കി പോവാം. ഫസ്റ്റ് വൺ അബ്സല്യൂട്ട് ആൻഡ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ്. One, absolute instruments. Absolute instruments measure the quantity in terms of instrument constants and physical laws without comparison with another instrument. The value is determined by mathematical calculation. ഇപ്പൊ absolute instruments എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിന് ഒരു മെഷർമെന്റിന് ഒരു ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യാൻ അതെന്ത് ചെയ്യും, കുറെ ഇൻസ്ട്രുമെന്റ് കോൺസ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഫിസിക്കൽ ലോസ് ഉപയോഗിക്കുന്നുണ്ടാവും. എന്നിട്ടായിരിക്കും അത് ഒരു ഔട്ട്പുട്ടിനെ ഡിഫൈൻ ചെയ്യുക. അങ്ങനെ ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ്. ഈ ഇൻസ്ട്രുമെന്റ്സും മെഷർമെന്റ്സുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് കുറെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച്
ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർ ചിലപ്പം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളവർ കേട്ടിട്ടുണ്ടാവും അബ്സല്യൂട്ട് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ പ്രൈമറി സ്റ്റാൻഡേർഡ്സ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്, വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇതൊക്കെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ചാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്സ് വെച്ചാണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് വർക്കിംഗ് സ്റ്റാൻഡേർഡ്സും എന്ത് ചെയ്യുന്നത്, കാലിബ്രേറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു വാക്ക് കാലിബ്രേഷൻ എന്ന് പറയുന്ന സംഭവം വന്നു. കാലിബ്രേഷൻ ഒന്നുമില്ല, നമ്മൾ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് സ്റ്റാറ്റിക് പാരാമീറ്റേഴ്സ് പഠിക്കുമ്പോൾ കാലിബ്രേഷൻ പഠിക്കും. ഒരു ഫോൾട്ടി ഇൻസ്ട്രുമെന്റിനെ ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് കമ്പയർ ചെയ്ത് അതിന്റെ ഫോൾട്ട് കറക്റ്റ് ചെയ്യുന്ന മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് ഭൂരിഭാഗം കാലിബ്രേഷനും നടത്തുന്നത് ഒരു പരിധി വരെ. ഇപ്പൊ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് അതിന്റെ മെഷറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് കുറെ കോൺസ്റ്റൻസും ലോസും ഉപയോഗിച്ചിട്ടായിരിക്കും. കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സിനുണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും മെഷർ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വിത്തൗട്ട് കമ്പാരിസൺ വിത്ത് അനദർ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്, അത് പറയാൻ കാരണം ഇതിന്റെ ബാക്കിൽ വരുന്നത് നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ആണ്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് എപ്പോഴും കമ്പയർ ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും മറ്റൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി എന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ടാൻജന്റ് ഗാൽവനോമീറ്റർ. ഈ ഗാൽവനോമീറ്ററിന്റെ പോയിന്റർ എത്രമാത്രം മൂവ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ട് ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ റിലേ കറന്റ് ബാലൻസ്, ഇത് ഫിസിക്സിലുള്ള ഒരു കുറച്ച് പരിധി ഉണ്ടാവും. ഇനി ഇതിന്റെ കാര എന്ന് പറയുന്നത് മെയിൻലി ഫോർ, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻലി ഫോർ സ്റ്റാൻഡേർഡ് ലാബോറട്ടറീസ്. ഇപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പ്രിസൈസ് എന്നൊക്കെ പറയാം. അതേപോലെ ഹൈലി ആക്യുറേറ്റ് ആയിരിക്കും. കാര്യം നമ്മൾ ഇതിനെ വെച്ചിട്ടാണ് സെക്കൻഡറി അല്ലെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കാലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ മാസ്റ്റർ എക്വിപ്മെന്റുകൾ മിക്കവാറും എന്തായിരിക്കും, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും. അപ്പൊ അത് ഹൈലി ആക്യുറേറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരാളിനെ വെച്ചിട്ട് മറ്റൊരാളെ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ ആള് വളരെ നല്ലതായിരിക്കണം. ആ നല്ല കഴിവുകൾ വെച്ചിട്ടായിരിക്കും അടുത്ത ആൾ. ഇപ്പം ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിക്കുന്ന ഒരു കുട്ടീനെ വെച്ചിട്ട് സെക്കൻഡ് കുട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് വാങ്ങിക്കുന്ന കുട്ടിക്ക് എല്ലാത്തിലും മികച്ച വിജയം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ സെക്കൻഡ് കുട്ടീനെ കമ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ടായിരിക്കും തേർഡ് കുട്ടീനെ. അങ്ങനെ ഒരു കമ്പാരിസൺ വരുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഒരു നല്ല കാര്യം വെച്ചിട്ടാണ് മറ്റൊരു കാര്യത്തെ കമ്പയർ ചെയ്യുന്നത്, അല്ലെ? അപ്പം ഈ നല്ല കാര്യം എപ്പോഴും എന്തായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. ഇപ്പൊ ഒരു മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ആ മീറ്റർ നല്ല റീഡിങ് കിട്ടുന്നുണ്ട്. വേറൊരു മീറ്റർ ഉപയോഗിക്കുന്നുണ്ട്, അതില് ചിലപ്പോൾ അത്രയും, ഇപ്പം വെയിങ് മെഷീൻ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്, അതുപോലെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്, കടകളിൽ ഉപയോഗിക്കുന്നത്, ഇത് മൂന്ന് റീഡിങ് കാണിച്ചിരിക്കുക. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു നല്ലതായിരിക്കും. നല്ലതിന് വെച്ച് നമ്മൾ പറയും ആക്ച്വലി അത് കടയിൽ ഉപയോഗിക്കുന്ന മീറ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മീറ്റർ ആണ് നല്ലത്, നമ്മുടെയും അതുമായിട്ട് ഇത്ര ഇതിന്റെ വ്യത്യാസം ഉണ്ട് എന്നൊക്കെ പറയും. അപ്പം ഈ പറയുന്ന അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് എല്ലാം സ്റ്റാൻഡേർഡ് ആയിരിക്കും, അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള മീറ്ററുകൾ കൺവീനിയന്റ് ഫോർ റൂട്ടീൻ മെഷർമെന്റ്സ്. അത് എപ്പോഴും ഒരു റെഫറൻസ് പോലെയാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും എന്ത് ചെയ്യില്ല, എല്ലാ മെഷർമെന്റ്സും എടുക്കാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുപോയി നടക്കില്ല. കാര്യം എന്താ, അത് കൂടുതൽ ഉപയോഗിക്കും തോറും ഈ വേറെ ടയർ ലോസസ് വരാനുള്ള സാധ്യതയുണ്ട്. ഉപയോഗം ഇപ്പൊ നമ്മൾ എന്ത് കാര്യം വെച്ച് കഴിഞ്ഞാലും കുറെ കാലം കഴിയുമ്പോൾ അത് കേടാവും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ മിക്സി അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ AC എല്ലാ കാലത്തും അത് ഒരേ പെർഫോമൻസ് ആയിരിക്കും. ഡ്യൂ ടു ഏജിങ് അതിന് കുറെ ഫിസിക്കൽ പ്രശ്നങ്ങൾ വരാം. അപ്പൊ അതുപോലെ തന്നെ ഈ ഇൻസ്ട്രുമെന്റ്സിന് ഉണ്ടാവും. പക്ഷെ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് റൂട്ടീൻ മെഷർമെന്റ്സിന് വേണ്ടി നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ല. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ പോകുന്നത് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ആണ്. ദീസ് ഇൻസ്ട്രുമെന്റ്സ് മെഷർ ക്വാണ്ടിറ്റി ഡയറക്ട്ലി ഫ്രം കാലിബ്രേറ്റഡ് സ്കെയിൽ. അപ്പം ഒരു സ്കെയിലിന്റെ മുകളിൽ, അതായത് കാലിബ്രേറ്റഡ് സ്കെയിൽ. അപ്പൊ കാലിബ്രേറ്റഡ് സ്കെയിൽ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് മെഷർമെന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്കെയിലാണ് കാലിബ്രേറ്റഡ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റ് വരുന്നതോറും എവിടെയാണോ ആ പേരോ അല്ലെങ്കിൽ പോയിന്റർ നിൽക്കുന്നത് അതായിരിക്കും അതിന്റെ വാല്യൂ. അല്ലെങ്കിൽ ഇതിപ്പം സെമി സർക്കുലർ സ്കെയിൽ, ഇങ്ങനെ ഒരു സ്കെയിലും ഉണ്ടെന്നൊക്കെ നമ്മുടെ തെർമോമീറ്ററിന്റെ ഗ്ലാസിൻ തെർമോമീറ്ററിലെ അതിൽ സ്കെയിൽ വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇത്ര ഡിഗ്രി, ഇവിടെ 101 ഡിഗ്രി ഫാരൻഹീറ്റ്, 102 ഡിഗ്രി ഫാരൻഹീറ്റ്, അങ്ങനെയൊക്കെ. അപ്പൊ കൃത്യമായിട്ട് ആ ക്വാണ്ടിറ്റിനെ ചെയ്യാനുള്ള ഒരു കാലിബ്രേറ്റഡ് സ്കെയിൽ അവിടെ ഉണ്ടായിരിക്കും, സെക്കൻഡറി ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിൽ ഉണ്ടായിരിക്കും. ഇനി അടുത്ത ലൈൻ ശ്രദ്ധിക്കുക, they must first be calibrated with the absolute instrument. അപ്പം ഈ കാലിബ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഫോൾട്ടി കണ്ടീഷൻ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പൊ അത് കറക്റ്റ്
വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ് വേണം. ഈ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ്. ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സിലും അതേപോലെ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിലും നമ്മളൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യും. ഇത് അതിന്റെ റിസൾട്ട് നോക്കും. ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് എപ്പോഴും കറക്റ്റ് വാല്യൂ ആയിരിക്കും കാണിക്കുക. കാര്യം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫിസിക്കൽ ലോസിനെയും മാത്തമാറ്റിക്കൽ ഇക്വേഷനും ഒക്കെ ആയിരിക്കും. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് അതും ഒരു വാല്യൂ കാണിക്കുന്നുണ്ടാവും. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരേ ഇൻപുട്ട് കൊടുത്ത് ഈ രണ്ട് ഇൻസ്ട്രുമെന്റിലും വ്യത്യസ്ത വാല്യൂ കാണിക്കുന്നെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റിന്റെ വാല്യൂ ആണ് എടുക്കുന്നത് ട്രൂ ആയിട്ട്. അതിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. ഇത്രമാത്രം എറർ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് കാണിക്കുന്നുണ്ട്. എന്നിട്ടും അതിനെ കാലിബ്രേറ്റ് ചെയ്യും, കറക്റ്റ് ചെയ്യും. അപ്പം കാലിബ്രേഷൻ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി പ്രോസസ് ആണ്. പല വാല്യൂസിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കും, എന്നിട്ട് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് കാണിക്കുന്ന റീഡിങ്ങുകൾ എടുക്കും, എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യും. അവസാനം കുറെ വാല്യൂസിൽ ഒരേ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, കാലിബ്രേഷൻ ഇസ് കംപ്ലീറ്റഡ്. അതിന് ആദ്യം സ്പാൻ അഡ്ജസ്റ്റ് ചെയ്യണം, സീറോ അഡ്ജസ്റ്റ് ചെയ്യണം, സ്പാൻ അഡ്ജസ്റ്റ് ചെയ്യണം, ഇന്റർമീഡിയറ്റ് വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യണം, വീണ്ടും ഒന്നിന് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെ കുറെ നോക്കിയ ശേഷം മാത്രമാണ് കാലിബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് ഇപ്പൊ ലീഗൽ മെട്രോളജി എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. ഒരു പക്ഷെ അവിടെ ജോലി കിട്ടി കഴിയുമ്പോൾ മെട്രോളജി ഇൻസ്പെക്ടർ ആണല്ലേ, അപ്പം ഒരുപാട് ഈ പറയുന്ന മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ വെയിറ്റ് നോക്കുന്നത് ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിനെ നിങ്ങൾ മെഷർ ചെയ്യാൻ ഇപ്പോൾ ഒരു കിലോന്റെ വെയിറ്റ് എടുത്തിട്ട് നിങ്ങൾ മെഷർ ചെയ്ത് 1 കിലോ തന്നെ കാണിക്കണല്ലേ. 1 കിലോ കാണിച്ചിട്ടില്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? വെച്ചത് 1 കിലോ അല്ലാന്ന്. വേറൊരു അർത്ഥം കൂടി ഉണ്ട്. 1 കിലോന്റെ കറക്റ്റ് ആയിട്ട് വെച്ചാലും മീറ്റർ കാണിക്കുന്നത് കൂടിയ വെയിറ്റും അല്ലെങ്കിൽ കുറഞ്ഞ വെയിറ്റ് ആണെങ്കിൽ ആ മീറ്ററിൽ എന്തോ എറർ ഉണ്ട്. അപ്പൊ ആ മീറ്റർ എന്ത് ചെയ്യണം? കാലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഫ്രീക്വൻസിയിലും ഈ മീറ്ററുകൾ കടകളിൽ ഉപയോഗിക്കുന്ന വെയിങ് മെഷീനുകൾ അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണോ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഈവൻ നിങ്ങൾ റേഷൻ കടയിൽ ചെല്ലുകയാണെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതിൽ എന്തെങ്കിലും അളവിലോ തൂക്കത്തിലോ പ്രശ്നം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അളന്ന് നോക്കാം. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ നമ്പറുകൾ എഴുതിയിട്ട് അവിടേക്ക് വിളിച്ച് പറയാം. ആ വിളിച്ചു പറഞ്ഞാൽ വരുന്നത് ലീഗൽ മെട്രോളജി ഓഫീസിൽ നിന്ന് ആൾക്കാരായിരിക്കും, ഉദ്യോഗസ്ഥരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, പ്രഷർ ഗേജ്. നേരത്തെ ഞാൻ ഒരു ബോർഡൻ പ്രഷർ ഗേജിന്റെ കാര്യം പറഞ്ഞല്ലോ, ബുള്ളറ്റ് ടാങ്കറുകളിൽ അത് കൃത്യമായിട്ടൊരു വാല്യൂ കാണിക്കും. അമ്മീറ്റർ കൃത്യമായിട്ടൊരു കറണ്ട് റീഡിംഗ് കാണിക്കും. വോൾട്ട് മീറ്റർ കൃത്യമായിട്ടൊരു വോൾട്ടേജ് റീഡിംഗ് കാണിക്കും. ഇതൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കാം. വാട്ട് മീറ്റർ കൃത്യമായിട്ട് എത്ര വാട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കും. ഇനി പ്രൈമറി ഇൻസ്ട്രുമെന്റിനെ അപേക്ഷിച്ച് സെക്കൻഡറി ഇൻസ്ട്രുമെന്റിന്റെ അഡ്വാൻറ്റേജുകൾ എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ സിമ്പിൾ ആണ് അല്ലെ. മുമ്പത്തെ ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് പറഞ്ഞപ്പോൾ നമുക്ക് ഇക്വേഷൻസ് അറിയണം, മോഡലിംഗ് മാത്തമെറ്റിക്കൽ ഫോർമുലകൾ അറിയണം, ഇങ്ങനത്തെ അല്ലെങ്കിൽ ഫിസിക്കൽ ലോസ് അറിയണം. ഇതൊക്കെ അറിഞ്ഞാൽ ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ ഒരു ഡയലിന്റെ മുകളിൽ അല്ലെങ്കിൽ സ്കെയിലിന്റെ മുകളിൽ, കാലിബ്രേറ്റഡ് സ്കെയിലിന്റെ മുകളിൽ ഒരു പോയിന്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കോ നീങ്ങുന്നെങ്കിൽ ആ മാർക്ക് അവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ആ പോയിന്റർ എവിടെ നിൽക്കുന്നു അവിടെ വെച്ചിട്ട് നമുക്ക് ഇതാണ് ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് കൃത്യമായിട്ട് പറഞ്ഞാനായിട്ട് പറ്റും. ക്വിക്ക് മെഷർമെന്റ്. ഇപ്പം നമ്മളൊരു അമ്മീറ്ററിലേക്ക് ഒരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കറണ്ട് എത്രയാണോ അവിടെ വന്ന് നിൽക്കും അല്ലെ. ഇപ്പം 10 മില്ലി ആംപിയർ കറണ്ട് 10 മില്ലി ആംപിയർ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണോ അവിടെ വന്ന് നിൽക്കും. ഇപ്പം ഇതാണ് 10 മില്ലി ആംപിയർ എന്നെങ്കിൽ ആ പോയിന്റർ 10 മില്ലി ആംപിയറിൽ വന്ന് നിൽക്കും. ദിസ് ഈസ് എ മില്ലി അമ്മീറ്റർ. കറക്റ്റ് ആയിട്ട് നമുക്ക് ആ പോയിന്റ് നിൽക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാം? വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സ്യൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രിയൽ യൂസ്. നമ്മൾ ഒരിക്കലും ആബ്സല്യൂട്ട് മെഷറിംഗ് എക്യുപ്മെന്റ്സും കൊണ്ട് ഇൻഡസ്ട്രിയിൽ പോവില്ല. ഇൻഡസ്ട്രിയിൽ പെട്ടെന്ന് നമുക്ക് റീഡിംഗ് കിട്ടണം, പ്രൊഡക്റ്റ് മേക്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? സെക്കൻഡറി ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ കഴിയാണ്. ആബ്സല്യൂട്ട് ആൻഡ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ്. നെക്സ്റ്റ് വൺ, ഇൻഡിക്കേറ്റിംഗ്, റെക്കോർഡിംഗ്, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇനി ഇവിടെ ഫസ്റ്റ് വൺ, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. നേരത്തെ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിൽ ആരൊക്കെ വന്നിരുന്നു? അമ്മീറ്റർ വന്നിരുന്നു, വോൾട്ട് മീറ്റർ വന്നിരുന്നു അല്ലെ. ഇപ്പൊ ഒരു അമ്മീറ്റർ തന്നിട്ട് നിങ്ങളുടെ ചെയ്യാണ് ഇത് ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്? ഓപ്ഷനിൽ ചിലപ്പം എന്തുണ്ടാവും? ആബ്സല്യൂട്ട് ടൈപ്പ്, ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ്, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ടൈപ്പുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവണം അമ്മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ആബ്സല്യൂട്ട് അല്ല, സെക്കൻഡറി ആയിരുന്നു, ഇൻഡിക്കേറ്റിംഗ് ആണ്, അങ്ങനെ. അപ്പം അമ്മീറ്റർ കുറെ സ്ഥലങ്ങളിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന്
മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇവിടെ എന്താണത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ദീസ് ഇൻസ്ട്രുമെന്റ്സ് ഇൻഡിക്കേറ്റ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ മെഷർഡ് ക്വാണ്ടിറ്റി. ദ വാല്യൂ ഇസ് ഷോൺ ബൈ എ പോയിന്റർ മൂവിംഗ് ഓവർ എ സ്കെയിൽ. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ആ വാല്യൂവിന് ഇപ്പൊ കറന്റ്ലി എന്താണ് വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എന്താണോ കിട്ടുന്നത് ആ വാല്യൂവിനെ മാത്രം ഷോ ചെയ്യും. ഇപ്പോ ഞാൻ 10 മില്ലിയാംപിയർ കറണ്ട് കൊടുത്തിരിക്കുന്നെങ്കിൽ അമ്മീറ്റർ 10 മില്ലിയാംപിയർ കറണ്ട് കാണിക്കും. ഞാനിപ്പോ 10 മില്ലിയാംപിയർ കൂട്ടി 20 മില്ലിയാംപിയർ ആക്കിയെങ്കിൽ ഒരിക്കലും പണ്ട് എനിക്ക് 10 മില്ലിയാംപിയർ തന്നേക്കുന്നത് 10 മില്ലിയാംപിയറിൽ സ്കെയിൽ പോയിന്റർ നിൽക്കില്ല, അത് 20 മില്ലിയാംപിയറിലേക്ക് മാറും. വോൾട്ട് മീറ്റർ അങ്ങനെ തന്നെ. നമ്മുടെ ലൈനിൽ വരുന്ന വോൾട്ടേജ് 230 വോൾട്ട് ഒക്കെ ആണെന്ന് നമ്മൾ പറയുന്നു. 220 തൊട്ട് 240 വരെ മാറ്റം വരാം. അതെപ്പോഴും 230 തന്നെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ 220 ആയിരിക്കാം, 225 ആയിരിക്കാം, 230 ആയിരിക്കാം, 235 ആയിരിക്കാം, 240 ആയിരിക്കാം. അപ്പൊ അത് ഡിപ്പെൻസ്. ഓരോ സമയത്തും എവറി സെക്കൻഡ് അല്ലെങ്കിൽ എവറി മിനിറ്റ്, എവറി മൈക്രോ സെക്കൻഡ് ആ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അതാത് സമയത്ത് വാല്യൂ ആയിരിക്കും ആ മീറ്ററിൽ കാണിക്കുന്നത്. അതുപോലെ സ്പീഡോ മീറ്റർ. നിങ്ങൾ ഒരു ബൈക്കോ കാറോ എടുത്ത് നിങ്ങൾ എവിടേക്കെങ്കിലും പോവാണ്, നിങ്ങൾ സ്പീഡ് ഇപ്പൊ 40 കിലോമീറ്റർ ആണ്. ഇപ്പൊ 40 എന്ത് നിൽക്കുന്നുണ്ട്, പോയിന്റർ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ സ്പീഡ് കൂട്ടി സ്റ്റിൽ 40 തന്നെ ആ പോയിന്റർ നിൽക്കുക, ഇല്ല അത് മാറും. അപ്പം ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും കറണ്ട് വാല്യൂ, ഒരു പാരാമീറ്ററിന്റെ കറണ്ട് വാല്യൂ എത്രയാണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് എന്ത് സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. ഷോസ് ദ കറണ്ട് വാല്യൂ ഓൺലി, നോട്ട് സ്റ്റോർ. അത് സ്റ്റോർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ വാല്യൂ ഇതാണെന്ന് നമ്മൾ അറിയിക്കുന്ന മാത്രമേ ഉള്ളൂ എന്ത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇനി നമ്മൾ ആദ്യം ഇൻസ്ട്രുമെന്റിന്റെ ഫംഗ്ഷണൽ ബ്ലോക്ക് നേരം കണ്ടപ്പം അവിടെ റെക്കോർഡിംഗ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച ഡാറ്റ റെക്കോർഡിംഗ്. അപ്പൊ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് എന്താ, കണ്ടിന്യൂസ്ലി റെക്കോർഡിംഗ് ഓർ റെക്കോർഡ് ദ വേരിയസ് ക്വാണ്ടിറ്റി വിത്ത് ടൈം. ടൈമിനനുസരിച്ച് എന്ത് മാറ്റമാണ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വരുന്നത് അതിനെ റെക്കോർഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അതൊരു പക്ഷേ ഒരു പേപ്പറിലായിരിക്കാം സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മെമ്മറിയിലായിരിക്കാം സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ മെമ്മറി, റാമോ റോമോ ഒക്കെ എന്തിനു ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ USB-യോ ഹാർഡ് ഡ്രൈവോ എന്തും നമുക്ക് എന്തിനു ഉപയോഗിക്കാം, ഡിജിറ്റൽ മെമ്മറി ആയിട്ട് ഉപയോഗിക്കാം. അപ്പം ആ ഡാറ്റനെ ടൈമിനനുസരിച്ച് ഡിജിറ്റൽ വാല്യൂസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് എപ്പോഴെങ്കിലും റെഫറൻസിന് വേണ്ടി എടുത്ത് നോക്കണമെങ്കിൽ അത് പറ്റും. അതല്ലെങ്കിൽ പേപ്പർ എന്ന് പറയുന്നതാണ് സ്ക്രിപ്റ്റ് ചാർട്ട് റെക്കോർഡർ. അതിന് റെക്കോർഡ് ഒരു പക്ഷേ ഇലക്ട്രോണിക്സ് ബേസ് ചെയ്ത് പഠിച്ച അല്ലെങ്കിൽ ഫിസിക്സ് ബേസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടുന്ന മനസ്സിലാവുണ്ടാവും. നമ്മളൊരു മെഷീന്റെ ഒപ്പം ഒരു പെന്നും ഒരു ഗ്രാഫ് പേപ്പറും വെച്ച് കഴിഞ്ഞാൽ ആ മെഷീന്റെ ഫിസിക്കൽ കണക്ഷൻസ് ചിലത് ഈ പെന്നിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ മെഷീൻ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്തുണ്ടാവും, ഈ പെന്ന് ഒരു ഗ്രാഫ് പേപ്പറിന്റെ മുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ ഇതാണ് ഗ്രാഫ് പേപ്പർ എങ്കിൽ സ്ട്രിപ്പ് ചാർട്ട് എന്ന് പറയുന്ന ഒരു ചാർട്ടേ ഉണ്ടാവുള്ളൂ. ആ പെന്നിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവും. ഗ്രാഫ് ഒരു സൈഡിലേക്ക്, ഗ്രാഫ് ഇപ്പം ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പെന്ന് വെർട്ടിക്കലി മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ പല സമയത്തും നമുക്ക് ഇതിന് ആ ഗ്രാഫിന്റെ പല വാല്യൂസ് കിട്ടും. ഇവിടെ കൃത്യമായിട്ട് ടൈമും അറിയാൻ പറ്റും. ഓരോ മണിക്കൂറിനായിരിക്കും ചിലപ്പോൾ ഓരോ ചാർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടാവാം. അതിനനുസരിച്ചായിരിക്കും ഈ പെന്ന് മൂവ് ചെയ്യുന്നുണ്ടാവും. 1 മണിക്കൂർ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ആ ചാർട്ട് മാറ്റി വയ്ക്കും, എന്നിട്ട് വേറെ ചാർട്ട് വയ്ക്കും. ഇത് മണിക്കൂർ ഏതാണ് അവിടെ അവര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പെണ്ണോണ്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് അവര് ഫയലിൽ വെക്കും. എപ്പോഴെങ്കിലും ഇപ്പം ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റിന്റെ മേക്കിങ്ങിലാണ് ഇവർ ഗ്രാഫ് ഉപയോഗിച്ചെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്തെങ്കിലും മാനുഫാക്ചറിങ് പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഡിഫക്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഈ ചാർട്ട് റെഫർ ചെയ്തിട്ടായിരിക്കും ഏത് സമയത്ത് എന്താണ് പ്രശ്നം വന്നത്. ചിലപ്പം ഈ ചാർട്ടിലെ മെഷറിങ് ഇതാക്കുന്നത് ടെമ്പറേച്ചറോ പ്രഷറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാരാമീറ്ററോ ആണെങ്കിൽ ആ ഒരു പ്രഷർ കൂടിയ കാരണമാണോ കുറഞ്ഞ കാരണമാണോ, ടെമ്പറേച്ചർ കൂടിയ കാരണമാണോ കുറഞ്ഞ കാരണമാണോ ഈ പറയുന്ന പ്രശ്നം ഉണ്ടായിരുന്ന അവർക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ കണ്ടിട്ടുള്ള ECG റെക്കോർഡർ, അതെന്ന് പറയുന്നത് ഒരു റോൾ ഓഫ് പേപ്പർ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. സ്റ്റൈലസ് റോൾ ഓഫ് പേപ്പർ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈലസ് വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യണ്ടാവും. ഇവിടെ ഒരു സ്ട്രിപ്പ് ആണ് ഉപയോഗിച്ചത്. സ്ട്രിപ്പ് വെച്ചാൽ ഇതേപോലെ തന്നെ കുറച്ച് ലെങ്തി പേപ്പർ ആയിരിക്കും. ECG റെക്കോർഡർ വെച്ചാൽ ഒരു വലിയ പേപ്പർ ആയിരിക്കും, ഒരു വലിയ റോളായിരിക്കും. അതിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാവാം. അതേപോലെ ഡാറ്റ ലോഗർ, ഡിജിറ്റൽ ലോഗിംഗ് ആണ്. സമയത്തിനനുസരിച്ച് ഡിജിറ്റൽ ഡാറ്റനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സംഭവമാണ് ഡാറ്റ ലോഗർ. ECG നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് അതിന്റെ ഗ്രാഫ് ഷീറ്റ് ഹൊറിസോണ്ടൽ ഇതിലായിരിക്കും മൂവ് ഉണ്ടാവുക. അതിന്റെ സ്റ്റൈലസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല, ഇൻബിൽറ്റ് ആണ്. പലതരത്തിലുള്ള സ്റ്റൈലസുകളുണ്ട്. ചിലത് മാഗ്നറ്റിക് ഉണ്ട്, ചിലത് ഒപ്റ്റിക്കൽ ഉണ്ട്. അപ്പൊ അത് എന്തോ ആവട്ടെ, അപ്പൊ അത് വെർട്ടിക്കൽ ആയിട്ടായിരിക്കും മൂവ് ഉണ്ടാവുക. നമുക്കൊരു ഗ്രാഫ് കിട്ടും. അത് നോക്കിക്കഴിഞ്ഞാൽ എന്തറിയാൻ പറ്റും, ഈ PQRST ടൈമിംഗ് നോക്കിയിട്ട് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ഇവിടെ
കാലകാലത്തേക്ക് ആ റീഡിംഗ് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ECG നമ്മൾ ഗ്രാഫിൽ റെക്കോർഡ് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കുന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ പോകുന്ന വഴിക്ക് അത് മാറുന്നില്ല. കാര്യം എന്താ? സ്റ്റിൽ അത് റെക്കോർഡഡ് ആണ്. ഇതിന് മാറ്റം വരാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഡിജിറ്റൽ ഡാറ്റയെ റെക്കോർഡ് ചെയ്യുന്ന സംഭവമാണ് ഡാറ്റ ലോഗർ എന്ന് പറയുന്ന കാര്യം ഇൻ ടേംസ് ഓഫ് വാട്ട്സ്. ഇവിടെ എന്താ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്താ? കണ്ടിന്യൂസ് മോണിറ്ററിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തൊട്ട് മുമ്പത്തെ അതും മോണിറ്ററിംഗ് തന്നെയായിരുന്നു അല്ലേ? കറണ്ട് വാല്യൂ മാത്രമേ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ എന്താ? റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ ഒരു സമയത്തേക്ക്, അതായത് ആ ഒരു ഗ്രാഫ് പേപ്പർ എത്ര വരികയാണോ, അല്ലെങ്കിൽ ആ സ്ട്രിപ്പ് ചാർട്ട് എത്ര സമയത്തേക്കാണ് ഉപയോഗിക്കുന്നത്, ഇത്രയും സമയത്തേക്ക് അത് കാണാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്? ദീസ് ഇൻസ്ട്രുമെന്റ്സ് മെഷർ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ദേ പെർഫോം ഇന്റഗ്രേഷൻ ഓഫ് മെഷേർഡ് വാരിയബിൾ. ഈ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിന് നമുക്കൊരു ഉദാഹരണമാണ് എന്ത്? നമ്മുടെ വീടുകളിലൊക്കെ ഇരിക്കുന്ന എനർജി മീറ്റർ. 2 മാസം കൂടുമ്പോൾ കറണ്ട് ബില്ല് വരുന്നുണ്ടല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് റീഡിംഗ് എടുത്തു. ഇന്ന് ഇപ്പം 3-ാം തീയതി അല്ല 4-ാം തീയതി ഇന്ന് റീഡിംഗ് എടുത്തു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഒരു 4-ാം തീയതി റീഡിംഗ് എടുത്തു. അന്ന് എടുക്കുന്ന റീഡിംഗ് ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും വന്ന റീഡിംഗ് ആണോ? അല്ല. ഇന്നത്തെ 4/3 അന്ന് നമ്മൾ 2 യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചു, 2 കിലോ വാട്ട് ഉപയോഗിച്ചു. 5-ാം തീയതി നമ്മൾ 4 കിലോ വാട്ട് ഉപയോഗിച്ചു. നാളെ ഇന്ത്യയുടെ കളിയൊക്കെ കുറെ നേരം കണ്ടിരുന്നു. ഉപയോഗം കൂടി. ആദ്യത്തെ ദിവസം 2, പിന്നത്തെ ദിവസം 4. ഈ ആദ്യത്തെ ദിവസത്തെ 2 പിന്നത്തെ ദിവസം നമുക്ക് കാണാൻ പറ്റും? ഇല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ ദിവസത്തെ 2 പിന്നത്തെ ദിവസത്തെ 4 കൂടി കൂട്ടിയതാണ് 2-ാമത്തെ ദിവസം എൻഡിലേക്ക് നമുക്ക് വരുന്നത്. 6 യൂണിറ്റ് കറണ്ട് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചു. അങ്ങനെ 2 മാസം കഴിയുമ്പം ഈ 2ഉം 4ഉം അതേപോലെ ഓരോ ദിവസം ഉപയോഗിച്ച കൗണ്ട് എല്ലാം കൂടി ഒരു വലിയൊരു കൗണ്ട് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു 200 അല്ലെങ്കിൽ ഒരു 100 150 ഒക്കെ ആയിട്ടുണ്ടാവാം. ആ 150 2 മാസത്തെ നമ്മുടെ മൊത്തം ഉപയോഗം 150 ആണ്. ഈ 150 എന്ന് പറയുന്ന റീഡിംഗ് മാത്രമേ അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഈ ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പ്രീവിയസ് റീഡിംഗ്, കറണ്ട് റീഡിംഗ്, അങ്ങനെ 2 റീഡിംഗ് ഉണ്ടാവും. കറണ്ട് റീഡിംഗിന് പ്രീവിയസ് റീഡിംഗ് കുറച്ചിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ കൺസ്യൂം ചെയ്ത യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ബില്ല് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഒരു ടൈമിന് അകത്തുള്ള ഒരു പീരീഡിന് ഇടയ്ക്കുള്ള വാല്യൂസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റഗ്രേറ്റഡ് വാല്യൂ. ദേ പെർഫോം ഇന്റഗ്രേഷൻ ഓഫ് മെഷേർഡ് വാരിയബിൾ. എക്സാമ്പിൾ നമ്മുടെ എനർജി മീറ്റർ, ആംബിയർ അവർ മീറ്റർ. അത് ഒരു സമയത്തേക്കല്ല, അതായത് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ നമ്മൾ ഇത്ര ഉപയോഗിച്ചെന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. Which one is analog and digital instruments? ഇത് നമുക്കറിയാവുന്നതാണ് എന്താണ് അനലോഗ്, എന്താണ് ഡിജിറ്റൽ എന്നൊക്കെ. ഓക്കെ, അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് ഡിസ്പ്ലേസ് മെഷർമെന്റ് ആസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ യൂസിങ് എ പോയിന്റർ ആൻഡ് സ്കെയിൽ. അനലോഗ് വാല്യൂ, ഇപ്പം അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടാവും, അതിന് ഒരു പോയിന്റർ ഉണ്ടാവും, ഒരു ഡയൽ ഉണ്ടാവും. ആ ഡയലിലെല്ലാം കുറെ മാർക്കിങ്ങൾ ഉണ്ടാവും. ആ മാർക്കിനനുസരിച്ച് കുറെ വാല്യൂസ് എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ സ്പീഡോമീറ്റർ നോക്കിക്കഴിഞ്ഞാലും എന്താ, പണ്ടത്തെ സ്പീഡോമീറ്റർ, പണ്ടത്തെ ബൈക്കുകളിലും കാറുകളിലും ഒക്കെ ഉള്ളത്. അപ്പൊ അതിലെന്തുണ്ട്? സ്പീഡ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഒരു പോയിന്റർ ഒരു ഡയലിന്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ടാവും. പോയിന്റർ എവിടെ നിൽക്കുന്നു, ഇപ്പം 60 km/h ആണെങ്കിൽ ഓക്കെ, അതാണ് നമ്മുടെ സ്പീഡ്. അത് കുറഞ്ഞു, നമ്മുടെ സ്പീഡ് കുറച്ച് 50, അപ്പൊ അതാണ് നമ്മുടെ സ്പീഡ്. അങ്ങനെ ഓരോ സമയത്തും എന്താ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അത് പോയിന്ററും സ്കെയിലും മൂവ്മെന്റ് ആയിരിക്കും അതിന് ഉണ്ടാവുന്നത്. അനലോഗ് വോൾട്ട് മീറ്റർ, അനലോഗ് അമ്മീറ്റർ, അനലോഗ് മൾട്ടിമീറ്റർ. ഈ അനലോഗ് മൾട്ടിമീറ്റർ എന്ന് പറയുന്ന സംഭവം ഇന്നത്തെ കാലത്ത് കാണാനുള്ള സാധ്യതകൾ കുറവാണ്. എല്ലാം ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ലാബുകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ലാബുകളിലും ഇപ്പോൾ ഡിജിറ്റൽ മൾട്ടിമീറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അനലോഗ് മൾട്ടിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡയലുകൾ ഉണ്ടാവും. ഈ മൾട്ടിമീറ്റർ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ കറണ്ട്, DC കറണ്ട്, DC വോൾട്ടേജ്, AC കറണ്ട്, AC വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഡയലുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറെ സെമി സർക്കിളുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും.
ഇത് ഒരെണ്ണം ചിലപ്പം DC വോൾട്ട് ആയിരിക്കും, ഒരെണ്ണം AC വോൾട്ട് ആയിരിക്കും, ഒരെണ്ണം DC മില്ലി വോൾട്ട്, AC മില്ലി വോൾട്ട് അല്ലെങ്കിൽ AC ആംബിയർ, AC കറണ്ട്, DC കറണ്ട്, ഇതൊക്കെ ആയിരിക്കാം റെസിസ്റ്റൻസ്. അപ്പം ഒരു പോയിന്റർ മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഈ പോയിന്റർ വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്തുണ്ടാവും, റേഞ്ച് സെലക്ട് ചെയ്യാനുള്ളതും അതേപോലെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാനുള്ളതും. AC ആണോ DC ആണോ, അപ്പം ഇത് AC, ഇത് DC, ഇത് റെസിസ്റ്റൻസ്, അതുപോലെ ഇവിടെ റേഞ്ച് 10 മില്ലി വോൾട്ട് അല്ലെങ്കിൽ 100 മില്ലി വോൾട്ട്, 1000 മില്ലി വോൾട്ട്, 1 വോൾട്ട്, 10 വോൾട്ട്, അതുപോലെ മില്ലി ആംബിയറിന്റെ സ്കെയിലുകൾ ഉണ്ടാവും. അത് നമ്മൾ 2 ലീഡുകൾ ഉണ്ടാവും. ആ ലീഡുകൾ മാറി മാറി കണക്ട് ചെയ്തിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. ഇന്ന് ഈ സംഭവം ഇല്ല, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അനലോഗ് മൾട്ടിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഇതേ ഉണ്ടാവുള്ളൂ, ഒറ്റ ആർച്ചും 2 ലീഡുകളും. വോൾട്ട്മീറ്റർ അങ്ങനെ തന്നെ. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആയിരിക്കും, അതുപോലെ ഒബ്സർവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എവിടെയാണോ പോയിന്റ് പോയി നിൽക്കുന്നത്, അവിടുത്തെ വാല്യൂ എന്നുള്ളത്. ഇന്നത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പോയിന്റിന്റെ മുകളിൽ കൂടി ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഈ മീറ്റർ ഒരു സ്ഥലത്താവും വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഡയറക്ഷൻ ഇത് കണ്ണാണ് വരയ്ക്കുന്നത്, നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു ഈ പറയുന്ന പോയിന്റിന്റെ താഴെ എന്തുണ്ടാവും, മിറർ ഉണ്ടാവും. ഈ മിറർ ഇമേജും ഈ പോയിന്ററിന്റെ മിറർ ഇമേജും പോയിന്ററും ഒരേ ലൈനിൽ വരുമ്പം ഉള്ള മെഷറാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിന്റെ നേരെ നിന്ന് നോക്കാണ്ട് ഈ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ ഭാഗത്തുനിന്നോ ഒക്കെ നോക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പോയിന്റർ കുറേം കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്നിരിക്കുന്നതായിട്ടും, ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പോയിന്റർ കുറേ കൂടിയും റൈറ്റ് ഭാഗത്തേക്ക് മാറിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഇരിക്കുന്ന റീഡിങ്ങുകൾ തെറ്റായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരലാക്സ് എറർ എന്ന് പറയുന്നത്. ആ ഹ്യൂമൻ എററാണ്, മനുഷ്യന്റെ നിൽക്കുന്ന ആംഗിൾ. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെന്റ്സുകൾ അനലോഗ് മീറ്ററുകളിൽ ആ മീറ്ററിന്റെ നേരെ നിന്ന് ഈ ഇമേജ്, അതായത് താഴെ ഈ പറയുന്ന പോയിന്റിന്റെ താഴെയുള്ള മിറർ ഇമേജും പോയിന്ററും ഒരേ സ്കെയിലിൽ അല്ലെങ്കിൽ ഒരേ ലൈനിൽ വരുന്ന രീതിയിലുള്ള മെഷർമെന്റ് എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ഇപ്പുറത്തൊക്കെ നിന്ന് നോക്കുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അതിനെ പറയാൻ നേരിടുന്നത് പാരലാക്സ് എറർ എന്ന് പറയുന്നത്. നമ്മൾ എററുകളെ കുറിച്ച് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അതുപോലെ ഇങ്ങനെയുള്ള മെഷർമെന്റിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇൻ ബിറ്റ്വീൻ 2 പോയിന്റുകൾക്ക് ഇടയ്ക്കായിരിക്കും ഇത് വന്ന് നിൽക്കുക. അപ്പൊ എന്തുണ്ടാവും, നമുക്ക് ഇവിടുത്തെ വാല്യൂ ആണ് എടുക്കേണ്ടത്, ഇവിടുത്തെ വാല്യൂ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഊഹത്തിൽ ഒരു പോയിന്റ് വെച്ചിട്ട് പോകും. അപ്പൊ ആ വാല്യൂസ് തെറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ മെത്തേഡുകൾ ആക്യുറേറ്റ് അല്ല എന്നാണ് പറയുന്നത്. ഇനി ഇത് ആക്യുറേറ്റ് അല്ലെങ്കിൽ ഇതിന്റെ അനദർ മെത്തേഡ്, ഡിജിറ്റൽ മെത്തേഡ് എന്തായിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും. ഡിജിറ്റൽ മെത്തേഡ് വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ വാല്യൂ എഴുതി കാണിക്കും. 0.5 ആണെങ്കിൽ 0.5, 0.15 ആണെങ്കിൽ 0.15, അങ്ങനെ. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ഡിസ്പ്ലേ ദ മെഷർമെന്റ് ഇൻ ന്യൂമറിക്കൽ ഫോം. നമുക്ക് വായിക്കാൻ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ഫോമിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആയിരിക്കും എന്ത്, ഡിജിറ്റൽ വാല്യൂസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ ഓസിലോസ്കോപ്പ്, DSO എന്ന് പറയും. മുമ്പ് CRO എന്ന് പറയുന്ന ഓസിലോസ്കോപ്പ് ആണ് ഉപയോഗിച്ചിരുന്നത്, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. അതിനേക്കാളും കുറേ കൂടി അഡ്വാൻസ്ഡ് ആണ്. ഒരുപാട് എന്താ പറയാ അഡ്വാൻറ്റേജസ് ഉള്ള ഒരു മീറ്റർ ആണ് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്, DSO എന്ന് പറയുന്നത്. ഒരുവിധം ലാബുകളിലൊക്കെ ഇപ്പം അതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഡിജിറ്റൽ ഫ്രീക്വൻസി മീറ്റർ, എല്ലാ ഡിജിറ്റൽ മീറ്ററുകളും അനലോഗ് മീറ്ററിനെ അപേക്ഷിച്ച് ഹൈ പെർഫോമർ ആണ്. അതുപോലെ ന്യൂമറിക്കൽ ഫോമിൽ നമുക്ക് വാല്യൂസ് കാണാനായിട്ട് പറ്റും. നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, അതിന്റെ സ്ക്രീനിൽ തന്നെ എഴുതി കാണിക്കേണ്ടാവും ഇത്രയാണ് വാല്യൂ, ഇത്ര തൊട്ട് ഇത്ര വരെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, വാല്യൂ അവർ കാണിച്ചു തരും. ഓക്കെ, അപ്പം കറക്റ്റ് ആയിപ്പം നമ്മൾ നേരത്തെ 2 പോയിന്റിന്റെ ഇടയിൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ വാല്യൂ എടുക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞില്ലേ. അപ്പം അതിന് പകരം ഈ പറയുന്ന ഇപ്പൊ നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുകയാണെങ്കിൽ 1.01 മില്ലി വോൾട്ട്, അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഫോർമാറ്റിലായിരിക്കും എന്ത് തരുന്നുണ്ടാവാം, ഔട്ട്പുട്ട് ഡിജിറ്റൽ മീറ്ററുകൾ തരുന്നുണ്ടാവാം. അതുകൊണ്ട് ഇത് ഹൈലി ആക്യുറേറ്റ് ആണ്. പാരലാക്സ് എറർ ഇല്ലേ, കാര്യം എവിടെ നോക്കിയാലും 1.01 എന്ന് പറയുന്നത് അങ്ങനെ തന്നെ വായിക്കാൻ പറ്റുള്ളൂ. അതുപോലെ പെട്ടെന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ സ്കെയിൽ നോക്കണം, സ്കെയിലിലെ പോയിന്റുകൾ നോക്കണം, ആ പോയിന്റുകൾക്ക് ഇടയ്ക്ക് എവിടേക്ക് ഈ പോയിന്റർ വന്ന് നോക്കണം, അതും ഇൻ ബിറ്റ്വീൻ പോയിന്റ്സ് ആണ് നോക്കണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് മോർ കോംപ്ലക്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പൊ ആ ഇൻസ്ട്രുമെന്റിനെ ഇപ്പം ഒരു വോൾട്ടേജ് ഇങ്ങനെ ഡിജിറ്റൽ ഫോമിൽ കാണിക്കണം അല്ലെങ്കിൽ ഡിസൈറബിൾ ഫോമിൽ കാണിക്കണമെങ്കിൽ ഒരുപാട് ഇലക്ട്രോണിക് സർക്യൂട്ടറികളുടെ ആവശ്യമുണ്ട്. അപ്പൊ ആ സർക്യൂട്ട് വെക്കും തോറും
ആ സർക്യൂട്ട് ഡിസൈൻ ചെയ്യണം, അതിന്റെ കോമ്പണൻസ് വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും, അത് ഡിസൈൻ കോംപ്ലക്സ് ആയിരിക്കും. അത് കാരണമുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇതിന്റെ കോമ്പണന്റുകളുടെ എണ്ണം കൂടാണ്. അപ്പം ഡിസ്പ്ലേ വേണ്ടി വന്നു, കൺവേർട്ട് ചെയ്യാൻ ആംപ്ലിഫയർ, നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ ഫിൽറ്റർ, അങ്ങനത്തെ സർക്യൂട്ട് പ്രോസസ് ചെയ്യാനുള്ള സ്റ്റേജുകളൊക്കെ കൂടി അതിന്റെ കൂടെ എന്തുണ്ടാവും, കോസ്റ്റും കൂടും. ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ കൂടി അതിന്റെ കോസ്റ്റും അതിന്റെ ഡിസൈൻ കോംപ്ലക്സിറ്റി ഒക്കെ കൂടുതലായിരിക്കും നമ്മൾ അനലോഗ് മെഷർമെന്റ്സിനെ അല്ലെങ്കിൽ അനലോഗ് ഇൻസ്ട്രുമെന്റ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. നെക്സ്റ്റ് വൺ, ആക്റ്റീവ് ആൻഡ് പാസീവ് ഇൻസ്ട്രുമെന്റ്സ്. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ കുറെ ആക്റ്റീവും പാസീവും ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇലക്ട്രോണിക്സിൽ തന്നെ ഫിസിക്സുകാർ പഠിച്ചിട്ടുണ്ടാവും ആക്റ്റീവ് കോമ്പണന്റ്, പാസീവ് കോമ്പണന്റ്. പാസീവ് കോമ്പണന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ആക്റ്റീവ് കോമ്പണന്റ്സ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക സെമി കണ്ടക്ടർ ഡിവൈസ് ആയിരിക്കും. ആംപ്ലിഫൈ ചെയ്യാനും മറ്റു പറ്റുന്ന കോമ്പണൻസിനെയാണ് നമ്മൾ ഒരു സിഗ്നലിൽ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്ന കോമ്പണൻസിനെയാണ് നമ്മൾ ആക്റ്റീവ് കോമ്പണൻസ് ആയിട്ട് പഠിച്ചേക്കുന്നത്. ഇനി കുറച്ചും കൂടി ഇപ്പോൾ കടന്ന് ഇലക്ട്രോണിക്സുകാരും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ മെക്കാനിക്കൽ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ട്രാൻസ്ഡ്യൂസർ, നേരത്തെ നമ്മൾ പറഞ്ഞ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന സംഭവം പഠിച്ചിട്ടുണ്ടാവും. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്നും ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ പവർ സോഴ്സ് വേണ്ടില്ലാത്ത ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന പേരാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. അതായത് അത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പവറിന്റെ ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സിന്റെ ആവശ്യമില്ല. അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ അതിന് നമ്മൾ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, അത് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഇൻപുട്ട് ആയിട്ട് വോൾട്ടേജ് ഒന്നും കൊടുത്തില്ല, അതിന്റെ ആക്ടിവേറ്റിംഗ് സിഗ്നൽ തന്നെ അത് പവർ സിഗ്നലായിട്ട് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പവർ ഒന്നും കൊടുക്കാതെ അതിന്റെ ഇൻബിൽറ്റ് സിഗ്നൽ തന്നെ, അല്ലെങ്കിൽ ഇൻബിൽറ്റ് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ മീൻസ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ വാരിയബിൾ, അത് തന്നെ ഉപയോഗിച്ചിട്ട് അതൊരു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അപ്പൊ അതുപോലെ തെർമോ കപ്പിൾ ഡിവൈസിന്റെ ചൂടുണ്ടാവും തോറും അത് അതിന്റെ ഔട്ട്പുട്ട് മില്ലി വോൾട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതും എന്താണ്, ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പവർ അല്ലെങ്കിൽ പവർ സോഴ്സ് നമ്മൾ കൊടുക്കാതെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവങ്ങളെയാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം ഇവിടെ നേരെ ഉൾട്ടയാണ് ഇൻസ്ട്രുമെന്റ്സിന്റെ കേസിൽ ഉള്ളത്. അതായത് ആക്റ്റീവ് ഇൻസ്ട്രുമെന്റ്സ് റിക്വയർ എക്സ്റ്റേണൽ പവർ സോഴ്സ് ഫോർ ഓപ്പറേഷൻ. ആക്റ്റീവ് ഇൻസ്ട്രുമെന്റ്സിന് പവർ സോഴ്സ് വേണം. മറ്റുള്ള സംഭവങ്ങളെ, കോമ്പണൻസിനെയോ ട്രാൻസ്ഡ്യൂസറിനെയോ വെച്ചിട്ട് പഠിക്കരുത്. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ആക്റ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് റിക്വയർ എക്സ്റ്റേണൽ പവർ സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ ഓപ്പറേഷൻ നടക്കുന്നതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആക്റ്റീവ് ഇൻസ്ട്രുമെന്റ്സ്. ഇലക്ട്രോണിക് വോൾട്ട്മീറ്റർ, അപ്പൊ അതിനെന്ത് വേണം, പവർ വേണം. ഇലക്ട്രോണിക് പവർ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ മാത്രമേ, ഇവിടെ ഇലക്ട്രോണിക് എന്നുള്ളത് ശ്രദ്ധിക്കുക, ഇലക്ട്രോണിക് വോൾട്ട്മീറ്ററിന് പവർ വേണം. ഓസിലോസ്കോപ്പ് നമ്മൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സ് അത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തെർമോമീറ്റർ, ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആക്റ്റീവ് റീഡിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ബാറ്ററി വേണം. ബാറ്ററി ഇല്ലെങ്കിൽ അതൊക്കെ റീഡിംഗ് കാണിക്കില്ല. അതിനെ സെൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഡക്ഷൻ ചെയ്യാനുള്ള പവറില്ല. അതിനും പറ്റും നമ്മുടെ ഗ്ലാസിൻ തെർമോമീറ്റർ, അതിന്റെ പവർ ഒന്നും വേണ്ട, അല്ലെ ചുമ്മാ ചൂടുകൊടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെർക്കുറി എക്സ്പാൻഡ് ചെയ്യും. അത് കോളം അവിടെ വന്നെത്തുന്നു. അതാണ് നമ്മൾ എന്തായിട്ട് എഴുതുന്നത്, ടെമ്പറേച്ചറായിട്ട് എഴുതുന്നത്. ഡിജിറ്റൽ തെർമോമീറ്ററിന് എന്ത് വേണം, എന്തായാലും അതിന് ബാറ്ററി വേണം. അതുകൊണ്ട് ആക്റ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ എക്സ്റ്റേണൽ പവർ സോഴ്സ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആക്റ്റീവ് പവർ സോഴ്സ്. പവർ സോഴ്സ് ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവർ സോഴ്സ് ഇല്ലാത്ത ഇൻസ്ട്രുമെന്റ് എന്തായിരിക്കും, പാസീവ് ആയിരിക്കും. പാസീവ് ഇൻസ്ട്രുമെന്റ് ഡു നോട്ട് റിക്വയർ എക്സ്റ്റേണൽ പവർ. എക്സ്റ്റേണൽ പവർ ഇല്ലാത്ത അല്ലെങ്കിൽ ഔട്ട്പുട്ട് എക്സ്റ്റേണൽ പവർ ഇല്ലാതെ പോലും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, മെഷർ ചെയ്യുന്ന സിഗ്നലിൽ നിന്ന് തന്നെ എനർജി ഡിറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന സംഭവത്തിനാണ് നമ്മൾ പാസീവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ PMMC വോൾട്ട്മീറ്റർ, നേരത്തെ കണ്ടത് ഇലക്ട്രോണിക് വോൾട്ട്മീറ്റർ ആണ്. ഇത് PMMC, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്റർ, അതുപോലെ മൂവിംഗ് അയൺ വോൾട്ട്മീറ്റർ. ഇപ്പൊ നമ്മൾ എവിടത്തെയാണോ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യേണ്ടത് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ വോൾട്ടേജ് ഈ പറയുന്ന വോൾട്ട്മീറ്ററിന്റെയും അമ്മീറ്ററിന്റെയും സർക്യൂട്ടിലുള്ള വോൾട്ടേജോ കറണ്ടായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഇതിന്റെ പോയിന്റ് മൂവ് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. പാസീവ് ഇൻസ്ട്രുമെന്റ്സിന് എന്ത് വേണ്ട, എക്സ്റ്റേണൽ പവർ വേണ്ട. അതിനെ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് എന്തിനാണോ മെഷർ ചെയ്യുന്നത് ആ മെഷർ ചെയ്യുന്ന സിഗ്നലിൽ തന്നെ അത് പവർ എടുത്തോളും. അപ്പൊ എക്സ്ട്രാ പവർ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ.
ഇനി നമ്മൾ കാണുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. മെക്കാനിക്കൽ അതൊന്നുമില്ല, ആ പാർട്ട് എന്താണോ അതിന് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ കോമ്പണൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബോർഡ് ആൻഡ് പ്രഷർ ഗേജ് നമ്മൾ നേരത്തെ പറഞ്ഞ ബുള്ളറ്റ് ടാങ്കിൽ വെക്കുന്നത്, അതിന് എന്തുണ്ട്, ഒരു പ്രഷർ മെഷർ ചെയ്യുന്ന ഒരു നോബ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ആ പ്രഷർ അതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സി ഷേപ്പ് ബ്രാസിന്റെയോ അല്ലെങ്കിൽ കോപ്പറിന്റെയോ ഒരു ട്യൂബ് ആയിരിക്കും, അത് എക്സ്പാൻഡ് ചെയ്യും. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലിങ്ക് റോഡും പോയിന്ററുമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അത് പോയിന്റർ വർക്ക് ചെയ്യും. പോയിന്ററും ഒരു ഫിസിക്കൽ മൂവ്മെന്റ് ആണ്. അതുപോലെ സ്പ്രിംഗ് ബാലൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ത്രാസ് പോലത്തെ. അപ്പം അത് സ്പ്രിംഗിലോട് ഈ പറയുന്ന നമ്മുടെ വീട്ടിൽ പേപ്പറും അതുപോലെ ഈ കച്ചവടമൊക്കെ ഇതിനൊക്കെ വരുന്ന ആൾക്കാരുടെ കയ്യിൽ, അല്ലെങ്കിൽ പണ്ട് മീൻകാരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു വെയിങ് മെഷീൻ എടുക്കും. ആ വെയിങ് മെഷീൻ അവരുടെ കയ്യിൽ വെച്ചിട്ട് ഒരു സ്പ്രിംഗ് ഉണ്ടാവും. ആ സ്പ്രിങ്ങിന്റെ ഇടയിൽ ഒരു ഡയലും മീൻസ് ലീനിയർ സ്കെയിലും അതിന് ഒരു പോയിന്റർ ഒക്കെ ഉണ്ടാവും. എന്നിട്ട് മീൻ വെക്കുന്ന ആ പ്ലേറ്റ് നമ്മൾ കണക്ട് ചെയ്യും. അപ്പൊ സ്പ്രിങ് അൺലോഡ് ചെയ്യും. അപ്പൊ ഒരു വെയിറ്റ് കാണിക്കും. അങ്ങനെയൊക്കെ അതാണ് സ്പ്രിംഗ് ബാലൻസ് പറയുന്നത്. അപ്പൊ അതൊക്കെ മെക്കാനിക്കൽ കോമ്പണൻസ് ആണ്. അതിനെയാണ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. മെക്കാനിക്കൽ പാർട്ടുകൾ മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ. ഇനി ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പറയുന്നത് മെഷർമെന്റ് ഡിപെൻഡ്സ് ഓൺ ഇലക്ട്രിക്കൽ എഫക്ട്. ഇലക്ട്രിക്കൽ എഫക്ട് ഉണ്ട്. മീറ്റർ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. വോൾട്ട് മീറ്റർ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. വാട്ട് മീറ്റർ ഇലക്ട്രിക്കൽ, അപ്പം ഇലക്ട്രിസിറ്റി ബേസ്ഡ് വർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഫോർ മെഷർമെന്റ് ആൻഡ് ആംപ്ലിഫിക്കേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്യൂട്ടുകളുണ്ട്, അല്ലെങ്കിൽ സെൻസർ ഉണ്ട്. അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്യൂട്ടുകളുണ്ട്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷനും അല്ലെങ്കിൽ നോയ്സ് റിഡക്ഷൻ, ഫിൽറ്ററിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ഓസിലോസ്കോപ്പ്, സ്പെക്ട്രം അനലൈസർ, ഇതൊക്കെ നമ്മൾ എന്താണ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടാണ് കൂട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക്. മാനുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ഓപ്പറേറ്റർ ഉണ്ടാവും, റിക്വയർ എ ഹ്യൂമൻ ഓപ്പറേറ്റർ. മൾട്ടിമീറ്റർ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ മൾട്ടിമീറ്റർ നമ്മൾ 2 ലീഡുകൾ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും. എവിടെയാണോ കറണ്ട് മെഷർ ചെയ്യേണ്ടത്, എവിടെയാണോ വോൾട്ടേജ് മെഷർ ചെയ്യേണ്ടത്, എവിടെയാണോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്, അവിടെ നമ്മൾ കൊണ്ട് വെക്കും. ആ റീഡിങ് നമ്മൾ എടുക്കും. അതുപോലെ മെക്കാനിക്കൽ ഗേജുകൾ, ഇതെല്ലാം എന്ത് വേണം, ഹ്യൂമൻ ഓപ്പറേറ്റർ വേണം. ഓട്ടോമാറ്റിക് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് എന്താ, ഓട്ടോമാറ്റിക്കലി വർക്ക് വിത്തൗട്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ. ഒരു ഹ്യൂമൻ ഇല്ലാതെ തന്നെ അത് ഓട്ടോമാറ്റിക് സംഭവം വർക്ക് ചെയ്യും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പലരുടെയും വീട്ടില് വാട്ടർ ലെവൽ കൺട്രോൾ, ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ, അതായത് നമ്മുടെ ടാങ്കില് നമ്മൾ പലപ്പോഴും ഇപ്പൊ ചെയ്യുന്നത് എന്താ, മുകളിൽ പോയിട്ട് വെള്ളം ഉണ്ടോ എന്ന് നോക്കും. വെള്ളമില്ലെങ്കിൽ മോട്ടർ അടിക്കാൻ പറയും, മോട്ടർ അടിക്കും. ഓവർഫ്ലോ പൈപ്പിൽ നിന്ന് ഓവർഫ്ലോ പോകുമ്പോൾ നമ്മൾ മോട്ടർ ഓഫ് ആക്കും. അപ്പൊ ഇതിന്റെ ഒരു നഷ്ടമുണ്ടല്ലേ, കുറെ വെള്ളം ലോസ് ആവുന്നു. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് സെൻസറുകൾ വെച്ചെടുക്കുന്നു. ഒരു ബോട്ടം ലെവൽ സെൻസറും ഒരു ടോപ്പ് ലെവൽ സെൻസറും വെച്ചെടുക്കുന്നു. ഈ സെൻസറിന്റെ ബോട്ടം ലെവൽ സെൻസറിന്റെ അവിടെ വെള്ളത്തിന്റെ ലെവൽ എത്തി കഴിയുമ്പോൾ മോട്ടോർ തന്നെ ഓൺ ആവുന്നു. എപ്പോഴാണത് ടോപ്പ് ലെവൽ സെൻസർ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ വെച്ചേക്കുന്ന സെൻസറിന്റെ അവിടെ എത്തുന്ന അന്നേരം അത് മോട്ടറിനെ ഓഫ് ആക്കുന്നു. അങ്ങനെയുള്ളതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വെക്കുന്നു. അതിനൊരു ഹ്യൂമന്റെ ആവശ്യമുണ്ടെന്ന്, ഹ്യൂമന്റെ ആവശ്യം വേണ്ട. പകരം എന്തുണ്ടായാൽ മതി, എവിടെ നിന്നാണ് വെള്ളം അടിക്കുന്നത് അവിടെ വെള്ളം ഉണ്ടായാൽ മതി, ഇത് തന്നെ വർക്ക് ചെയ്തോളും. അതുപോലെ ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോളർ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ വീട്ടിലൊക്കെ AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നോർമലി ഒരാളും ഇല്ലാത്ത റൂമിൽ നമ്മൾ AC ഇട്ട് വെച്ചു. ആ AC ക്ക് കൊടുത്തേക്കുന്ന സെറ്റ് ടെമ്പറേച്ചർ 25 ഡിഗ്രി അല്ലെങ്കിൽ 24 ഡിഗ്രി ആണെങ്കിൽ 24 ഡിഗ്രി എത്തിക്കഴിയുമ്പോൾ കുറെ നേരത്തേക്ക് 24 ഡിഗ്രി കഴിയുമ്പോൾ അതിന്റെ കംപ്രസർ ഓഫ് ആക്കും. ഒരു സ്ലീപ്പ് മോഡിൽ അത് പോകുന്നുണ്ടാവും. ഇനി എപ്പോഴാണ് നമ്മൾ വന്നു കഴിയുമ്പോൾ ആ ഒരു ഹ്യൂമന്റെ എഫക്ട് ഉണ്ട്, ഹ്യൂമൻസിന്റെ എഫക്ട് കൊണ്ടോ ആ മുറി വെണ്ണി ചൂടാവാൻ തുടങ്ങും. കാര്യം നമ്മുടെ നിശ്വാസവായുണ്ട്. അതുപോലെ ഇന്ററപ്റ്റുകൾ ഇടയ്ക്ക് ചിലപ്പം നമ്മൾ വാതിൽ തുറക്കും, അന്നേരം പുറമെ എയർ അകത്തേക്ക് കയറും, അകത്തുള്ള എയർ തണുത്ത എയർ പുറത്തേക്ക് പോകും. അപ്പോഴൊക്കെ ടെമ്പറേച്ചർ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്തുണ്ടാവും, വീണ്ടും സ്ലീപ്പ് ആയി കിടക്കുന്ന AC ഓണാവും. അത് 24 ഡിഗ്രിയിലേക്ക് വീണ്ടും എത്തിക്കും, വീണ്ടും സ്ലീപ്പ് ആയി പോകും. അപ്പൊ അതൊക്കെ തനിയെ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഈ 24 ഡിഗ്രിയിൽ ഫുൾ ടൈം അത് ഓണായി നിൽക്കില്ല. 24 ഡിഗ്രി എല്ലായിടത്തും റൂം ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ അത് പതുക്കെ ഫുൾ സിസ്റ്റം ഓഫ് ആയില്ല, അതിന്റെ കംപ്രസറിനെ ഓഫ് ആക്കി വെക്കും. ഇനി എപ്പോഴാണോ 24നും കൂടുതൽ ടെമ്പറേച്ചർ വരുന്നത്, അതിന് റേഞ്ച് വെച്ചിട്ടുണ്ടാവും, ആ റേഞ്ചിന്റെ മുകളിൽ വരുന്നത്, അന്നേരം വീണ്ടും അത് ഓണായി 24 ഡിഗ്രിയിലേക്ക് തന്നെ. അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. ഒരു മനുഷ്യനും അതിന്റെ കൂടെ ഇത് ഇൻപുട്ട് കൊടുക്കാനായിട്ട് വേണ്ട കാര്യമില്ല. അതുപോലെ ഓട്ടോമാറ്റിക് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം, നമ്മൾ ഇന്ന് കാണുന്ന പല വെതർ റിപ്പോർട്ടുകളും വരുന്നത് ഓട്ടോമാറ്റിക് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിൽ നിന്നാണ്. പലയിടത്തും പല സെൻസറുകൾ വെച്ചിട്ടുണ്ടാവും. ആ സെൻസറുകളിലത്തെ പല റേഞ്ചിലുള്ള ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ അങ്ങനെ പല ഇതുകളും വിൻഡിന്റെ
സ്പീഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക അനലൈസ് ചെയ്യുന്നത്. Okay, ഇവിടെ ഇത്ര വിൻഡ് സ്പീഡ് ഉണ്ട്, ഇത്ര ഹ്യൂമിഡിറ്റി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മഴ ഇത്ര വരെ ചെക്ക് ചെയ്യാൻ സാധ്യത, അത് വെച്ചിട്ടാണ് റെഡ് അലർട്ട്, യെല്ലോ, ഗ്രീൻ അലർട്ടുകളൊക്കെ നമ്മൾ അലർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഡിഫ്ലക്ഷൻ ടൈപ്പ്, നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്. ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർമെന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിഫ്ലക്ഷൻ ഓഫ് എ പോയിന്റ് പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി മെഷേർഡ്. നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒരു പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ ഉണ്ടാക്കി നമുക്കൊരു വാല്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വാല്യൂ അവിടെ ഉണ്ടാവും കേട്ടോ. ആ പോയിന്റിൽ നിൽക്കുന്ന നമുക്കൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടാവാം. ആ അൺനോൺ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ അത് നോൺ ആയി. അങ്ങനെയുള്ള സംഭവത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്. മെഷർമെന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിഫ്ലക്ഷൻ ഓഫ് എ പോയിന്റ് പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി മെഷർഡ്. അപ്പം ആ ഡിഫ്ലക്ഷൻ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് എവിടെ വരെ വന്ന് നിൽക്കാം? നമുക്ക് ഏത് ക്വാണ്ടിറ്റി മെഷർ ചെയ്യേണ്ടത് അതിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചായിരിക്കും നമുക്ക് ആ വാല്യൂ കാണിക്കുന്നുണ്ടാവുക. ഇവിടെയും എന്ത് വന്നു? അമ്മീറ്ററും വോൾട്ട്മീറ്ററും വാട്ട്മീറ്ററും എല്ലാം ഉണ്ട്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കും. നമ്മൾ 2 ലീഡ് എടുത്ത് വെച്ച ഉടനെ ഇപ്പം വോൾട്ടേജ് മെഷർ ചെയ്യണം, പോസിറ്റീവ് നെഗറ്റീവ് എടുത്ത് കണക്ട് ഇപ്പൊ തന്നെ അത് റീഡിങ് കാണിക്കും. ഇത്ര വോൾട്ട് ഉണ്ട് ഈ ബാറ്ററിക്ക്, അല്ലെങ്കിൽ ഇത്ര വോൾട്ട് ആണ് ഈ സർക്യൂട്ടിലുള്ളത്. അങ്ങനെ അപ്പൊ ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റും അല്ലെ? ആ പോയിന്റർ സ്കെയിൽ അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് റീഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ നമുക്കുള്ളത് നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. മെഷർമെന്റ് ഈസ് ഒബ്റ്റൈൻഡ് വെൻ ഇൻഡിക്കേറ്റർ ഷോസ് സീറോ ബാലൻസ് കണ്ടീഷൻ. സീറോ, അതായത് നമുക്ക് കൃത്യമായിട്ട് വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു നള്ള്, ഒരു സീറോ മാത്രമേ ഉണ്ടാവും. ആ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യും? സീറോ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതാണ് അപ്പം അവിടെ ആ ന്യൂട്രലൈസ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പൊ നമുക്ക് പണ്ടത്തെ കടകളിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രാസ് എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. ഇങ്ങനൊരു ഇപ്പോഴത്തെ സ്വർണ്ണക്കടകളിലും ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. ഈ പോയിന്റർ അങ്ങോട്ടും നീങ്ങാം, ഇങ്ങോട്ടും നീങ്ങാം. ഇതിന് 2 ഭാഗങ്ങൾ ഉണ്ടാവും, 2 പ്ലേറ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മള് വെയിറ്റ് നമ്മൾ ഇവിടെ വെക്കുന്നു, നമ്മുടെ എന്താണോ കാണിക്കുന്നത് ആ സംഭവം ഇവിടെ വെക്കുന്ന ഒരു പാക്കറ്റ് സംഭവം ഇവിടെ വെച്ചു. അപ്പം ഇത് 1 കിലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 കിലോന്റെ വെയിറ്റ് അല്ല, 1 കിലോ നമുക്ക് നമ്മുടെ കോമഡിറ്റി എന്താണോ അത് കാണിക്കണം. 1 കിലോന്റെ വെയിറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? 1 കിലോന്റെ ഭാഗത്തേക്ക്, ഈ വെയിറ്റിന്റെ ഭാഗത്തേക്ക് ഈ പോയിന്റർ മൂവ് ചെയ്യുന്നു അല്ലെ? ഇപ്പൊ പോയിന്റർ ഇങ്ങോട്ട് മൂവ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? നമ്മൾ 1 കിലോ പഞ്ചസാരയാണ് വാങ്ങിക്കേണ്ടതെങ്കിൽ പഞ്ചസാര ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇട്ടിട്ട് എപ്പോഴാണോ ആ പോയിന്റർ ഈ സെൻട്രൽ ഇതിലേക്ക് എത്തിയ, അതിന്റെ അർത്ഥം ഇവിടെ 2 ഭാഗത്തും വെയിറ്റ് ഈക്വൽ ആണ്. 1 കിലോ തന്നെയാണ് ഇപ്പുറത്തും വന്നത്. ഇപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കാം ഇതൊരു ഈ നമ്മൾ പഞ്ചസാര എടുത്തത് 1 കിലോ ഉണ്ടെന്ന്. അപ്പൊ അത് ഒരു കമ്പാരിസൺ മെത്തേഡ് ആണല്ലേ. ഒരു നോൺ വെയിറ്റിനെ കമ്പയർ ചെയ്തിട്ടാണ് ഒരു അൺനോൺ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അൺനോൺ വെയിറ്റിന്റെ മെഷർമെന്റ് ഈക്വൽ ആക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മെഷർമെന്റ്സിനെയാണ്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? സെൻട്രൽ സീറോ എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവും, ഇവിടെ ഒരു പോസിറ്റീവോ ഇവിടത്തേക്ക് ഒരു നെഗറ്റീവോ. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് വീസ്റ്റൺ ബ്രിഡ്ജ്. നിങ്ങൾ ഇലക്ട്രോണിക്സ് ഒരു ബേസ് ലെവലിലെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജ് സർക്യൂട്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ബ്രിഡ്ജ് എപ്പോഴാണ് നോർമൽ കണ്ടീഷനിലെ ബ്രിഡ്ജ് ബാലൻസ് ആയിരിക്കും. അതിന്റെ അക്രോസ് വോൾട്ടേജ്, ആമിന്റെ അക്രോസ് വോൾട്ടേജ് 0 ആയിരിക്കും. No current will be flowing in between the galvanometer. When one of the arm is unbalanced, unbalanced means something has happened. So the current flow will be initiated. The voltage across the galvanometer will be different. So it will deflect. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഡിഫ്ലക്ഷനെ തിരിച്ച് സീറോയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും. അൺബാലൻസിനെ ബാലൻസ് കണ്ടീഷനിലേക്ക് ആക്കാൻ നോക്കും. ഡിഫറൻസ് ആണ് നമ്മൾ മെഷർമെന്റ് ആയിട്ട് എടുക്കുന്നത്. അതേപോലെ പൊട്ടൻഷ്യോമീറ്റർ, അതും അങ്ങനെ തന്നെ. ഇതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ എപ്പോഴും സീറോയിലേക്ക് ആക്കാണല്ലേ. അപ്പൊ ഇതുകൊണ്ട് ഈ സംഭവങ്ങൾ ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും. തൊട്ട് മുമ്പ് പഠിച്ച ഡിഫ്ലക്ഷൻ ടൈപ്പിൽ ആക്യുറേറ്റ് ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ അതിന് ഡാമ്പിംഗ് പ്രശ്നങ്ങളോ, ഡാമ്പിംഗ് അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അതുപോലെ കുറെ കാലം അത് വർക്ക് ചെയ്ത് കഴിയുമ്പം എന്തുണ്ടാവും? വേറെ കുറെ ലോസസ്, മെക്കാനിക്കൽ ലോസസും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് വാലിഡിക്കില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തൊട്ട് മുകളിൽ പറഞ്ഞ ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഒക്കെ തെറ്റായിരിക്കാം. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും ഒരു സീറോനെ കമ്പയർ ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഇവിടെ 2 ഭാഗത്തും
രണ്ട് വെയിറ്റുകളുണ്ട്. ഒരു നോൺ വെയിറ്റിന് എപ്പോഴാണ് അൺനോൺ വെയിറ്റ് ഈക്വൽ ആവുന്നത് അന്നേരം ഇത് സീറോയിലേക്ക് പോകും. അതുകൊണ്ട് ഇതിന്റെ മെഷർമെന്റ് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇത് സ്ലോ ആണ്. കാര്യം എന്താ? ഒരു കമ്പാരിസൺ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ തൊട്ട് മുകളിൽ നോക്കി കഴിഞ്ഞാലോ ഡിഫ്ലക്ഷൻ ടൈപ്പ് നോ കമ്പാരിസൺ. എന്താണോ നമ്മൾ മെഷർ ചെയ്യാൻ കൊടുത്തത് അതിനനുസരിച്ചുള്ള വാല്യൂക്ക് എത്തുമ്പോൾ ആ ഒരു കറക്റ്റ് ആംപ്ലിറ്റ്യൂഡിലേക്ക് എത്തുമ്പോൾ ആ പോയിന്റർ ഡയലിന്റെ മുകളിൽ സ്റ്റോപ്പ് ആവും. അപ്പോൾ പോയിന്റർ കാണിക്കുന്ന വാല്യൂ ആണ് എന്ത് നമുക്ക് വേണ്ട ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം അത് ഫാസ്റ്റ് ആർക്കും ഇവിടെ സ്ലോ ആണ്. കാര്യം നമ്മൾ കമ്പയർ ചെയ്ത് ഈക്വൽ ആക്കണം. ഓക്കെ, ക്ലിയർ. ഇന്നത്തെ ക്ലാസ് ഇവിടെ വരെയാണ്. നമ്മളെ സിലബസിൽ ഇപ്പം പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിലബസ് കഴിഞ്ഞ എക്സാമിന് പബ്ലിഷ് ചെയ്ത സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നൾ ആൻഡ് റിഫ്ലക്ഷൻ മെത്തേഡ് മാത്രമേ ഉള്ളൂ. അല്ല ഇൻസ്ട്രുമെന്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാ ഇൻസ്ട്രുമെന്റ്സും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തല്ലോ ഒരു കമ്പാരിസൺ ടൈപ്പ് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ അമ്മീറ്റർ ഏതൊക്കെ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിൽ പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഡിഫ്ലക്ഷൻ നള്ളു ആണെങ്കിൽ നമ്മൾ എഴുതി വയ്ക്കും അത് ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ആണ്. പക്ഷേ ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇപ്പം വേറെ ഒരുപാട് ടൈപ്പുകളും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് അറിയാതെ പോകരുതെന്ന് വെച്ചിട്ടാണ് ഇത്രയും പറയുന്നത്. നമ്മൾ എന്താ ചെയ്ത കാര്യങ്ങൾ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഫംഗ്ഷണൽ പാർട്സ് എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്തു. ഒരു ഇൻസ്ട്രുമെന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് പഠിച്ചു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റിനെ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റിന്റെ സ്റ്റാറ്റിക്കും ഡൈനാമിക്കുമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം അടുത്ത ആഴ്ചയായിരിക്കും നെക്സ്റ്റ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി തരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് മീൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലിടുക. അതിനെ ഞാൻ ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഇപ്പം ചോദിക്കാനുണ്ടെങ്കിൽ ചാറ്റിൽ ഇട്ടോളൂ. നമുക്ക് ഇപ്പം തന്നെ ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ചോദിച്ചാൽ മതി, ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. താങ്ക് യു. ഗുഡ് നൈറ്റ്.